Dear students, to JEE Express 2023. So we are going to revise the topic permutations and combinations. So permutation combination എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ടോപ്പിക്കാണ്. ഇതിൻ്റെ ഈ ഫണ്ടമെൻ്റൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ബൈനോമിയൽ തിയറം അതുപോലെ പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബൈനോമിയൽ തിയറം അതുപോലെ പ്രോബബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ടൈം കുറവാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മളതിനകത്ത് ഈ നമുക്ക് കിട്ടിയ സമയം കൊണ്ട് 1.5 hours കൊണ്ട് നമുക്കിതെല്ലാം കവർ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ കണ്ടൻറ്റ് ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ഇതാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഫാക്ടോറിയൽ, പെർമ്യൂട്ടേഷൻ, സർക്കുലർ പെർമ്യൂട്ടേഷൻ, റാങ്കിങ് പ്രോബ്ലം, കോമ്പിനേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പിനേഷൻ, റെസ്ട്രിക്റ്റഡ് കോമ്പിനേഷൻസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻസ്, ജോമെട്രി റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, ഡിഅറേഞ്ച്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐറ്റംസ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JEE മെയിനിൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് വിട്ടുപോകത്തില്ല. ഈ കോൺസെപ്റ്റ്സ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. എനിക്കൊരു കാര്യം പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അറിയാൻ പാടില്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഇത് കൃത്യമായിട്ട് എന്താണ് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ഈ കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ടോപ്പിക്കിനകത്ത് ഒത്തിരി മിക്ക പ്രോബ്ലത്തിൽ അതായത് 90% ക്വസ്റ്റ്യൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് വരുന്ന കുട്ടികളാണെങ്കിലും ബാക്കിലേക്ക് വന്ന് ഇതൊന്ന് കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, സോ ലെറ്റ് us start now. So our first point, that is ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് ഒരു പ്രിൻസിപ്പിളാണ് പറയുന്നത്. അത് രണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് മൾട്ടിപ്ലിക്കേഷൻ തിയറം, അതാണ് ഫസ്റ്റ് വൺ. സോ മൾട്ടിപ്ലിക്കേഷൻ തിയറം. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം? അപ്പോൾ നമ്മൾ ഈ സാധാരണ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണിത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം നന്നായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരും, നിങ്ങൾക്കത് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിപ്പോൾ ഒരു ജോബ് ചെയ്യണം. ഇതാ ഒരു ജോബ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ചില ഇവൻറ്റുകൾ, ഇതൊരു ഇവൻ്റാണ് ഇവൻറ്റ് 1, അനദർ ഇവൻറ്റ് 2, അനദർ ഇവൻറ്റ് 3. ഈ 3 ഇവൻറ്റ്സ് ചെയ്ത് തീരുമ്പോഴാണ് ഈ പറയുന്ന ഈ ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഇവൻറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് m ആണ്, ഈ ഇവൻറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് n ആണ്, ഇത് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് p ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് m × n × p. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവൻറ്റ് എത്ര വേസിൽ പെർഫോം ചെയ്യും, സെക്കൻഡ് ഇവൻറ്റ് എത്ര വേസിൽ പെർഫോം ചെയ്യും, തേർഡ് ഇവൻറ്റ് എത്ര വേസിൽ പെർഫോം ചെയ്യും. ഈ 3 ഇവൻറ്റ്സും വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പുറകെ ഒന്നായി ചെയ്ത് തീരുമ്പോഴാണ് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഓരോ ഇവൻറ്റ്സിൻ്റെയും നമ്പർ ഓഫ് വേസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ദ നമ്പർ ഓഫ് വേസ് ഓഫ് പെർഫോമിങ് ദ ജോബ്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഐഡിയ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 2 ജോബേ പറയുള്ളൂ സാധാരണ. അപ്പോൾ ഇതിങ്ങനെ ഒരു ജോബ് കൺസിസ്റ്റ് ഓഫ് 2 ഇവൻറ്റ്സ്, ഇവൻറ്റ് 1 ആൻഡ് ഇവൻറ്റ് 2. ഇവൻറ്റ് 1 can happen in m ways and event 2 can happen in n ways. Then the number of ways of performing the job, so that is m × n. ഇങ്ങനെയാണ്. 3 ഇവൻറ്റ്സ് വന്നാൽ ഇങ്ങനെയാണ് പറയുക. 4 ഇവൻറ്റ്സ് വന്നാൽ ഫസ്റ്റ് ഇവൻറ്റ് m ways, സെക്കൻഡ് ഇവൻറ്റ് n ways, തേർഡ് ഇവൻറ്റ് p ways and the fourth event in q ways. Then the total number of ways of performing the job completely, that is in m × n × p × q ways. ഓക്കെ, അതാണ് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ അത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് അസോസിയേറ്റഡ് ഇവൻ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഇവൻറ്റ് ചെയ്ത് തീരുമ്പോഴാണ് ഇത് നമ്മൾ ചെയ്യുക, അത് ചെയ്ത് തീരുമ്പോഴാണ് ഈ ഇവൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഇവൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. ആ ഇവൻറ്റ് എല്ലാം കൂടെ ചെയ്ത് തീരുമ്പോഴാണ് നമുക്ക് ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ എല്ലാവരുടെ പ്രോഡക്റ്റ്, അതിൻ്റെ നമ്പർ ഓഫ് വേസിൻ്റെ
പ്രോഡക്റ്റ് എടുത്താൽ മതി നമുക്ക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമുക്ക് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. 10 boys and 8 girls in a class. There are 10 boys and 8 girls in a class. Teacher wants to select a boy and a girl. One boy and one girl as their class leaders. So how many ways this selection can be made? So എത്ര വേസിലാണ് നമുക്ക് ഈ സെലക്ഷൻ എടുക്കാൻ പറ്റുക? ആൻഡ് ദിസ് അല്ലേ, നമുക്ക് 10 boys and 8 girls ആണ്. അപ്പോൾ ഒരു ബോയ് ഒരു ഗേളും കിട്ടണം. അപ്പോൾ എത്ര വേസ് നമുക്ക് എടുക്കാൻ പറ്റും? സോ 1 boy can select from these 10 boys in 10 different ways. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഫസ്റ്റ് ഇവൻ്റ് ആണിത്. അത് 10 വേസ് നമുക്ക് പെർഫോം ചെയ്യാം. അതിനുശേഷം എന്താ, നമ്മൾ ഗേൾസിൽ നിന്നൊരു ഗേളിനെ സെലക്ട് ചെയ്യും. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 8 different ways. So the total number of ways of selecting a boy and a girl as their class leader, that is obtained by multiplying these two numbers. So 10 into 8, that is 80 different ways. ഇതാണ് ക്ലിയർ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ പറയാം. A, B, C. There are 3 towns, A, B and C. 3 ടൗണുകളാണ്. Town A and B is connected by 5 routes and B and C connected by 2 routes. My question is, how many ways one can travel from A to C through B? എയിൽ നിന്ന് സിയിലേക്ക് ഒരാൾക്ക് എത്ര വേസ് ട്രാവൽ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താ നമുക്ക് അതിനകത്ത് കിട്ടുന്ന കാര്യം എന്താണ്? ഇതിനകത്ത് 2 ടാസ്കുകൾ ഇൻവോൾവ് ചെയ്യണം അല്ലേ? നമുക്ക് എയിൽ നിന്ന് സിയിൽ എത്തണമെങ്കിൽ ദർ ആർ 2 ഇവൻറ്റ്സ് ഇൻവോൾവിങ് ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ജോബ് ഈസ് ഫ്രം എ ടു ബി ആൻഡ് ദ സെക്കൻഡ് ജോബ് ഈസ് ഫ്രം ബി ടു സി അല്ലേ? അപ്പോൾ ഈ ടാസ്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇവൻ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ജേർണി അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വേസിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്ന? 5 ഡിഫറെൻറ്റ് റൂട്ട്സ് ഇല്ലേ? അതുകൊണ്ട് വി ക്യാൻ ട്രാവൽ ഫ്രം എ ടു ബി ഇൻ 5 ഡിഫറെൻറ്റ് വേസ് ആൻഡ് ഫ്രം ബി ടു സി വി ക്യാൻ ട്രാവൽ ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ബിക്കംസ് 5 into 2, that is equal to 10. But 10 വേസിലാണ് ഒരാൾക്ക് എയിൽ നിന്ന് സിയിൽ എത്തിച്ചേരാൻ സാധിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കാം. 5 persons entered the lift cabin on the ground of an 8-floor house. ഒരു 8-floor ഹൗസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ക്യാബിനിൽ 5 persons എൻ്റർ ചെയ്തിരിക്കുകയാണ്. Suppose each of them can leave the cabin independently at any floor beginning with the ഫസ്റ്റ് ഫ്ലോർ മുതൽ മേളിലോട്ട് ഏത് ഫ്ലോറിൽ വേണമെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഇറങ്ങിപ്പോകാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ 5 persons ക്യാൻ ലീവ് ദ ക്യാബിൻ. അങ്ങനെയാണെങ്കിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? നമുക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അ ഡിഫറൻറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഈ 5 personsഉം ഡിഫറൻറ്റ് ഫ്ലോറിൽ ഇറങ്ങിപ്പോകുന്നതിന് എത്ര വേസ് ഉണ്ട്? നമുക്കറിയാം. ഇതാ ഗ്രൗണ്ട് 1, 2, 3, 4, 5, 6, 7 അല്ലേ? അപ്പോൾ ഇതാണ് 8 ഫ്ലോർ ഹൗസാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇതാണ് ക്യാബിൻ, ലിഫ്റ്റ് ക്യാബിൻ. അപ്പോൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ ഇവിടെ 5 persons ഉണ്ട്. അപ്പോൾ എത്ര വേസിൽ പോകാം? അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എത്ര വേസിൽ പോകാം? ഫസ്റ്റ് പേഴ്സണ് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 വേസിൽ ഇറങ്ങാം അല്ലേ? ഓക്കെ, സെക്കൻഡ് പേഴ്സണ് എത്ര വേസിൽ ഇറങ്ങാം? ഈ നമുക്കറിയാം എല്ലാവരും ഡിഫറൻറ്റ് ഫ്ലോറുകളിൽ ഇറങ്ങിപ്പോകണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഡിഫറൻറ്റ് ഫ്ലോറിൽ ഇറങ്ങുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് പേഴ്സൺ എത്ര വേസിൽ ഇറങ്ങാം? 6 വേസിൽ ഇറങ്ങാം. കാരണം ഫസ്റ്റ് പേഴ്സൺ ഒരു ഫ്ലോറിൽ ഇറങ്ങിയല്ലോ. അത് 7 വേസിൽ അയാൾക്ക് ഇറങ്ങാം അല്ലേ? സെക്കൻഡ് പേഴ്സണ് എത്ര 6 വേസിലാണ് ഇറങ്ങാൻ പറ്റുക. കാരണം ഫസ്റ്റ് പേഴ്സൺ ഇറങ്ങിയ ഫ്ലോറിൽ രണ്ടാമത്തെ ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താ? ഡിഫറൻറ്റ് ഫ്ലോറിൽ വേണം ഇറങ്ങാൻ. ഓക്കെ, അതാണ്. സോ തേർഡ് പേഴ്സൺ ക്യാൻ ലീവ് ദ ക്യാബിൻ ഇൻ 5 ways. ഓക്കെ, ഫോർത്ത് പേഴ്സൺ ക്യാൻ ലീവ് ദ ക്യാബിൻ ഇൻ 4 ways ആൻഡ് ദ ഫിഫ്ത്ത് പേഴ്സൺ ഇൻ 5 ways. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ്, അപ്പോൾ എത്ര വേസിലാണ് 5 പേർക്ക് ഈ പറയുന്ന ഫ്ലോറുകളിൽ ഡിഫറൻറ്റ് ഫ്ലോറുകളിൽ പോകാൻ പറ്റുക? സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് 5 events. സോ ദാറ്റ് ഈസ് 7 into 6 into 5 into 4 into 3. Sorry, this is actually 3 into 3. Okay, 7 into 6 into 5 into 4 into 3. That is the answer to the first question. And what about the second one? At any one of the 7 floor,
ഏതെങ്കിലും ഫ്ലോറിൽ ഇറങ്ങിയാൽ ഏത് ഫ്ലോറിൽ വേണമെങ്കിലും ആർക്കും ഇറങ്ങാം. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സൺ എത്ര വേസിൽ ഇറങ്ങാം? 7 വേസിൽ. സെക്കൻഡ് പേഴ്സൺ ഓൾസോ ക്യാൻ ലീവ് ദ ക്യാബിൻ ഇൻ 7 വേസ്. കാരണം ആദ്യത്തെ ആൾ ഇറങ്ങിയ സെയിം ക്യാബിൽ തന്നെ രണ്ടാമത്തെ ആൾക്ക് ഇറങ്ങാം. അതാ പറയുന്നത്, അറ്റ് എനി വൺ ഓഫ് ദ 7 ഫ്ലോർസ് അല്ലേ. സോ വാട്ട് അബൌട്ട് ദ തേർഡ് പേഴ്സൺ? in 7 ways. Fourth person 7 ways. And what about the last person? That is also in 7 ways. So the total number will be 7^5. 7^5 ആണ് എന്ത് ഈ പറയുന്ന ക്യാബിനിൽ നിന്ന് 5 persons ലീവ് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഓക്കെ, അതാണ് 7^5 is the answer. 7^5. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. A room has 6 doors. In how many ways can a man enter the room through one door and come out through a different door? Okay, അപ്പോൾ ഒരു റൂമിന് 6 ഡോറുകളാണുള്ളത്. 1 2 3 4 5 6. ഓക്കെ, 6 ഡോഴ്സാണ് ഒരു റൂമിനുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഈ റൂമിലേക്ക് എത്ര വയസ്സിൽ ഒരാൾക്ക് ഈ റൂമിലേക്ക് കയറിയിട്ട് പുറത്തേക്ക് എത്ര വയസ്സിൽ പോകാം? ദറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര വയസ്സിൽ എൻ്റർ ചെയ്യാം? 6 ways അല്ല, 6 ഡോറുണ്ട്, 6 വയസ്സിൽ എൻ്റർ ചെയ്യാം. എത്ര വയസ്സ് എക്സിറ്റ് ചെയ്യാം? ഇൻ 5 ways അല്ല സോറി 6 വയസ്സിൽ തന്നെയാണ് അല്ലേ. സോറി, കം ഔട്ട് ത്രൂ എ ഡിഫറെൻറ്റ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഡോറിൽ കൂടെ വേണം ഇറങ്ങിപ്പോകാൻ. കയറിപ്പോയ ഡോറിൽ കൂടെ ഇറങ്ങിപ്പോകാൻ പാടില്ല, അതാ പറയുന്നത്. സോ ദറ്റ് ഈസ് 6 × 5. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 30. ഇതാണ് 6 × 5. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട് എക്സാമുകൾക്ക്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഈ നമ്പേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 1000? 100 and 1000 ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? അന്നത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഓൾ ദ ഡീറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ ഡീറ്റും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം ഈ 100 and 1000 ഇടയ്ക്കുള്ള ഡീറ്റ്സ് എന്ന് പറയുന്നത് 3 digit നമ്പേഴ്സ് അല്ലേ? യെസ്, 3 digit numbers are. So it contains 3 places. So unit place, ones place, tens place and hundreds place. ഓക്കെ, അപ്പോൾ ഈ പ്ലേസിൽ നമുക്ക് എന്താ ഡിസ്റ്റിങ്ക്റ്റ് ഡീറ്റ്സ് വെക്കണം. നമുക്കറിയാം ഡീറ്റ്സ് ആർ 0 1 2 3 എക്സെട്രാ അപ് ടു 9 അല്ലേ. 10 ഡീറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ബിറ്റ്വീൻ 100 and 1000? എത്രയുണ്ട് ബിറ്റ്വീൻ 100 and 1000? നമുക്കറിയാം ദറ്റ് ഈസ് ഇതിനകത്ത് എത്ര വരും? എത്ര വയസ്സ് നമുക്ക് ഫില്ല് ചെയ്യാം? ഇവിടെ വരുന്ന ഡീറ്റ് എത്ര വയസ്സ് നമുക്ക് ഫില്ല് ചെയ്യാം? നമുക്കറിയാം 0 ഫില്ല് ചെയ്യാൻ പറ്റില്ല. 1 മുതൽ 9 വരെയുള്ള ഡീറ്റ്സ് യൂസ് ചെയ്യാം. സോ 9. സോ ഫസ്റ്റ് പൊസിഷൻ ദിസ് 100s പ്ലേസ് ക്യാൻ ഫിൽ ഇൻ 9 ഡിഫറെൻറ്റ് വേസ്. എന്താണ് 0 പറ്റാത്തത്? നമുക്കറിയാം 3 digit നമ്പേഴ്സിൻ്റെ 100s പ്ലേസ് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 0 നമ്മളിവിടെ അവോയ്ഡ് ചെയ്യാണ്. വി ആർ യൂസിങ് the 9 digits. Okay, and what about the second place? സെക്കൻഡ് പ്ലേസിൽ വരുമ്പോൾ എങ്ങനെയാണ് വരിക? നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു ഡീറ്റ് യൂസ് ചെയ്തു. ഡിസ്റ്റിങ്ക്റ്റ് ഡീറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്ത ഡീറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 10 ഡീറ്റ്സിനകത്ത് ഒരെണ്ണം നമ്മളിവിടെ യൂസ് ചെയ്തില്ലേ. സോ റിമൈനിങ് ദർ ആർ 9 ആൻഡ് വി ക്യാൻ ഫിൽ ദിസ് ബോക്സ് ഇൻ 9 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ രണ്ടാമത്തെ ബോക്സ് നമുക്ക് 9 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ഇവിടെ യൂസ് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ തേർഡ് കേസ്? തേർഡ് ബോക്സ് എന്ന് പറയുന്നത് എത്ര വേസ് നമുക്ക് ഫില്ല് ചെയ്യാം? നമുക്കറിയാം നമ്മൾ 10 ഡീറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 10 ഡീറ്റ്സിൽ 2 ഡീറ്റ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തു. ബാക്കി റിമൈനിങ് 8 ഡീറ്റ്സ് ഉണ്ട്. ആ 8 ഡീറ്റ്സ് കൊണ്ട് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, സോ 9 × 9 × 8 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എത്രയാണ് വരിക? 9 × 9 × 8. അപ്പോൾ ദാറ്റ് ഈസ് 81 × 8. സോ ദാറ്റ് ഈസ് 8 648 എന്ന് വരാം അല്ലേ. ഇനി ഇതാണ് ഡീറ്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആകുന്ന നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 1000? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് 100 കൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. 100 ഇവിടെ കൗണ്ട് ചെയ്തില്ലേ? ഇല്ല അല്ലേ, നമ്മൾ കൗണ്ട് ചെയ്തില്ല. ഡിസ്റ്റിങ്ക്റ്റ് ഡീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് 100 വരില്ല ഇതിനകത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. 100 ഇതിനകത്ത് വരില്ല. കാരണം എന്താ? 100-നകത്ത് 2 ഡീറ്റ്സ് റിപ്പീറ്റഡ് ആണ്. നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ഡീറ്റ്സിൻ്റെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 648.
Okay, first question answer 648 ആണ്. And what about the second question? Such that every digit is either 2 or 9. എല്ലാ ഡിജിറ്റും ഒന്നുകിൽ 2 ആയിരിക്കണം അല്ലെങ്കിൽ 9 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എത്ര വയസ്സ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര വയസ്സ് നമുക്ക്? സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? സോ ടേക്ക് 3 ബോക്സസ് ആൻഡ് 2 or 9 ഈ രണ്ട് ഡിജിറ്റ് ഏതെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒരു ഡിജിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 2 waysൽ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും 2 waysൽ, ദിസ് ഈസ് ഓൾസോ ഇൻ 2 ways. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 2 × 2 × 2, സോ ദാറ്റ് ഈസ് 8 അല്ലേ? സോ 8 ways. 8 waysലാണ് 2 cube. ദിസ് ഈസ് ഈക്വൽ ടു 2 cube. നമുക്കറിയാം ഈ 3 ഇവൻറ്റുകളും വൺ ആഫ്റ്റർ അനദർ ചെയ്ത് തീരുമ്പോഴാണ് നമുക്ക് ഈ 3D നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് 3 ഇവൻറ്റുകളും വൺ ആഫ്റ്റർ അനദർ നമുക്ക് പെർഫോം ചെയ്യണം, എങ്കിലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത് such 7 is in the unit place. Such that 7 is in the unit place. 7 യൂണിറ്റ് പ്ലേസിൽ വരുന്ന എത്ര 3D നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 7 യൂണിറ്റ് പ്ലേസിൽ വരുന്ന എത്ര 3D നമ്പർ ഉണ്ട്? 7 ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ അത് 1 വേയിലല്ലേ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഒരു വേസിലേ പറ്റുള്ളൂ. യു ക്യാൻ യൂസ് ഓൺലി ഡിജിറ്റ് 7 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ പ്ലേസസ്? ഇവിടെ 7 നമ്മൾ യൂസ് ചെയ്തു, ഇവിടെ നമുക്ക് 0 യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0യും 7ഉം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ റിമൈനിങ് ദർ വിൽ ബി ഓൺലി 8. അപ്പോൾ 8 വേസിലാണ് നമുക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി 2 ബോക്സ് ഇപ്പോൾ ഫില്ലായല്ലോ. ഇനി ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യണം. എത്ര വേസിലാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഓൾറെഡി 2 ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തു ഔട്ട് ഓഫ് 10. സോ റിമൈനിങ് ദർ വിൽ ബി 8. സോ ദ നമ്പർ ഈസ് 8 × 8 × 1. സോ ദ ആൻസർ ഈസ് 64. അപ്പോൾ ഇതിൻ്റെ ആൻസർ 64 എന്നാണ്. ഉണ്ടോ? യൂണിറ്റ് പ്ലേസിൽ 7 വരുന്ന എത്ര നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 100 and 1000 ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 64 ആണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡിജിറ്റ് ഈസ് 7. ഓക്കെ, കുറഞ്ഞ ഒരു ഡിജിറ്റെങ്കിലും 7 ആയിരിക്കണം. കുറഞ്ഞത് ഒരു ഡിജിറ്റെങ്കിലും 7 ആയിരിക്കുന്ന എത്ര നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? കുറഞ്ഞത് ഒരു ഡിജിറ്റെങ്കിലും 7 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? എന്താണ് അതിൻ്റെ ആൻസർ? നമ്മളെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? കുറഞ്ഞ ഒരു ഡിജിറ്റെങ്കിലും 7 ആയിരിക്കണം. അപ്പോൾ ഒരു ഡിജിറ്റ് 7 ആകാം, 2 ഡിജിറ്റ്സ് 7 ആകാം, 3 ഡിജിറ്റ്സ് 7 ആകാം, അല്ലേ? അങ്ങനെയുള്ള കേസസ് എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ അറിയോ? നമ്മൾ ടോട്ടൽ 3D നമ്പേഴ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ 3D നമ്പേഴ്സിൽ നിന്ന് എന്താണ് 7 ഇല്ലാത്ത എത്ര 3D നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് അത് സബ്ട്രാക്ട് ചെയ്താലും മതി. അതൊരു വേറെ ഒരു മെത്തേഡാണ്. അതങ്ങനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ ഇവിടെ നോക്കാം. സോ ഹൗ മെനി 3D നമ്പേഴ്സ് ആർ ദെയർ? ഇത്ര 3D നമ്പേഴ്സ് ഉണ്ട്? 9. ഇത്രയുണ്ട് ടോട്ടൽ 9, 10, 10 അല്ലേ? സോ 900 3D നമ്പേഴ്സ് ഉണ്ട്. ഇനി അതിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡിജിറ്റ് ഈസ് 7. അപ്പോൾ 7 റിമൂവ് ചെയ്യുക. നമ്മളിത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 10 ഡിജിറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് 7 റിമൂവ് ചെയ്യുകയാണ്. 7 ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എത്ര ഡിജിറ്റ്സേ ഉള്ളൂ? 9 ഡിജിറ്റ്സേ ഉള്ളൂ. ഈ 9 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം 9 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ 7 അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് 9 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങളിത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എത്ര 3D നമ്പേഴ്സ് ഉണ്ടാക്കാം? 7 ഇല്ലാത്ത 3D നമ്പേഴ്സ് കിട്ടും അപ്പോൾ, അല്ലേ? അപ്പോൾ എത്രയാണിത്? ഇത് എത്ര വയസ്സിലാണ്? നമുക്കറിയാം 7ഉം 0 ഇവിടെ പറ്റില്ല, അതുകൊണ്ട് 8. ഇവിടെ എന്താണ്? 0 പറ്റില്ല, അല്ല സോറി 0 ഇവിടെ പറ്റും, പക്ഷേ 7 പറ്റില്ല. ഇവിടെ യൂസ് ചെയ്ത് 2 ഡിജിറ്റ് ഇവിടെയും പറ്റില്ല, അല്ലേ? ഇവിടെ ഒരു ഡിജിറ്റ് യൂസ് ചെയ്തും പറ്റില്ല, 7ഉം പറ്റില്ല, അതുകൊണ്ട് ഇത് 8 ways. ഇത് എത്ര വയസ്സിലാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? 2 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തില്ലേ? അപ്പോൾ ഈ പൊസിഷൻ നമുക്ക് എത്ര വയസ്സ് നമുക്ക് ഫില്ല് ചെയ്യാം? ടോട്ടൽ 9 ഡിജിറ്റ്സാണ് ഉള്ളത്, അത് 2 യൂസ് ചെയ്തു, റിമൈനിങ് 7 അല്ലേ? അപ്പോൾ എത്ര വരും? 8 × 8 × 7 ആണ്. ഓക്കെ, അപ്പോൾ 8 × 8 × 7 എന്ന് പറഞ്ഞാൽ 64 × 7 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 64 × 7 എത്രയാണ്? 64 × 7 28 2 42 44 448 അല്ലേ? അപ്പോൾ 900 മൈനസ് 448 ആണ്. അപ്പോൾ എത്ര വരിക? 2 9 5 അല്ലേ? ഇവിടെ 8. എത്രയാണ്?
8 minus 4 അല്ലേ 452. Sorry, this is 442 44 അല്ലേ 440. 8 into 8 into 7. What is 8 into 8? That is 64 into 7. അപ്പോൾ എത്രയാണ് വരിക? That is 448. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 452 എന്നുള്ള നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ 900 3D നമ്പേഴ്സ് ഉണ്ട്. ആ 900 3D നമ്പേഴ്സിനകത്ത് എത്രയാണ്? പിന്നെ 7 ഇല്ലാത്ത എക്സാക്ട്ലി 17 അല്ലേ, എക്സാക്ട്ലി 17 ഉള്ള എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ 7 ഇല്ലാത്ത നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആ 7 ഇല്ലാത്ത നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്താണ് അത് ടോട്ടൽ നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 അല്ലേ, സോറി അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് 7 ആയിട്ടുള്ള എത്രയുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി എക്സാക്ട്ലി 1 ഓഫ് ദ ഡിജിറ്റ് ആ 7, എക്സാക്ട്ലി കൃത്യം ഒരു ഡിജിറ്റ് 7 ആകുന്ന എത്രയെണ്ണം ഉണ്ട്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്രയാണ് ഒരു ഡിജിറ്റ് 7 ആകുന്ന എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? ഒറ്റ ഡിജിറ്റ് മാത്രം 7 ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ തിയറി നമ്മൾ പ്രശ്നമാവും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ വേറെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. ഹൗ മെനി നമ്മൾ ഇതിൻ്റെ സ്പീഡ് സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പലതും തന്നെ വരും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 0 1 2 3 4 5 ഇഫ് റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ്സ് ഇസ് നോട്ട് അലൗഡ്. ഉണ്ടോ? ഇത് ഉപയോഗിച്ച് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാം? റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ് അലോ ചെയ്യുന്നില്ല. ഓക്കെ, റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ് അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഓർക്കുക, ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന JEE മെയിനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അഡീഷൻ തിയറമാണ്. എന്താണ് അഡീഷൻ തിയറം? ഇത് അഡീഷൻ തിയറം എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ തിയറം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ 2 പ്രിൻസിപ്പിൾസാണ് ബേസിക്കായിട്ട് ഈ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അഡീഷൻ തിയറം എന്താണ്? നമുക്ക് ഇവിടുത്തെ ഇതുപോലെ തന്നെ പറയാം. ഇപ്പോൾ നമുക്കൊരു ജോബ് ചെയ്യണം, ഒരു ജോലി ചെയ്യണം. ഈ ജോലി എനിക്ക് ഇവൻറ്റ് 1 ഇതാണ് എനിക്ക് ആ ജോലി ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്. ഇതാണ് ഇവൻറ്റ് 1. ആ ജോലി എനിക്ക് ഇങ്ങനെ ചെയ്യാം, ഇവൻറ്റ് ഒരു വേ ചെയ്യാം. ഇനി വേറൊരു വിധത്തിൽ എനിക്ക് ആ ജോലി ചെയ്യാം, ഓർ വേറൊരു വിധത്തിൽ എനിക്ക് ആ ഇവൻറ്റ് തന്നെ ചെയ്യാം. ഉണ്ടോ? എനിക്ക് ഈ ജോലി എനിക്ക് ഇങ്ങനെ ചെയ്യാം, ഓർ ഇങ്ങനെ ചെയ്യാം. 2 രീതി ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ M വൈസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ N വൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ജോബ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് M+N ആണ്. പറയാൻ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഉണ്ടോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു വിധത്തിൽ ചെയ്യുന്നതാണ്. ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വേ ആണിത്. ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന മറ്റൊരു വിധമാണിത്. അതാണ് ഇതിനകത്ത് ഇവൻറ്റ് 1 and 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ കൂടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഈ ജോബ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് M+N. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, അല്ല നമുക്ക് വേണമെങ്കിൽ പ്രീവിയസ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഇപ്പം ഞാൻ 2 ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, എത്ര ഇവൻറ്റ് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ജോബ് എനിക്ക് M വേസിൽ ആ ജോബ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഓർ എനിക്ക് ആ ജോബ് വേറൊരു വിധത്തിൽ എനിക്ക് N വേസിൽ കംപ്ലീറ്റ് ചെയ്യാം, ഓർ എനിക്ക് ആ സെയിം ജോബ് എനിക്ക് മറ്റൊരു വിധത്തിൽ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം, P. അങ്ങനെയാണെങ്കിൽ ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? M+N+P ആണ്. മനസ്സിലായോ? അത് M+N+P ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ് എടുക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് പറയാം. There are 10 boys and 8 girls in a class. There are 10 boys and 8 girls in a class. Teacher wants to select a boy or a girl. Boy or a girl. ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേള് ഈ പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഒരു ലീഡറാണ്. അങ്ങനെയാണ് എത്ര വയസ്സിലാണ് ആ സെലക്ഷൻ സാധിക്കുക? ബോയ് വന്നാൽ മതി അല്ലെങ്കിൽ ഗേൾ വരണം. ഓക്കെ, ഗേൾ വന്നാൽ ബോയ് മതി, ഗേൾ വന്നാൽ പിന്നെ ബോയ് വേണ്ട, ബോയ് വന്നാൽ ഗേൾ വേണ്ട. ഓക്കെ, ആരെങ്കിലും ഒരാൾ ലീഡറായാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സിലാണ് ബോയിയെ നമുക്ക് സെലക്ട് ചെയ്യുന്നത്? 10 വയസ്സ് അല്ലേ? ഓർ അല്ലെങ്കിൽ ഗേളിനെ നമുക്ക് എത്ര വയസ്സ് സെലക്ട് ചെയ്യാം? 8 വയസ്സ് സെലക്ട് ചെയ്യാം.
അല്ലേ? 8 ഗേൾസിൽ നിന്ന് 1 ഗേളിന് 8 വേസ് സെലക്ട് ചെയ്യാം. 10 ബോയ്സിൽ നിന്ന് 1 ബോയ് 10 വേസ് സെലക്ട് ചെയ്യാം. സോ 10 + 8 = 18. 18 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ സാധിക്കുക. അപ്പോൾ 10 + 8 18 സ്റ്റുഡൻസ് ഉള്ളൊരു ക്ലാസ്സിൽ നിന്ന് ഒരു ലീഡറിന് നമുക്ക് 18 ഡിഫറെൻറ്റ് വേസ് സെലക്ട് ചെയ്യാമെന്ന് കിട്ടിയില്ലേ? സോ അതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഈ പറയുന്ന കാര്യം ചെയ്യാം. ഇത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് can be given using any number of flags from 5 flags of different colors. 5 ഡിഫറെൻറ്റ് കളറുള്ള ഫ്ലാഗ് ഉണ്ട്. 1 2 3 4 5. നമുക്ക് എങ്ങനെ വേണ്ടേ? ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് ക്യാൻ ബി ഗിവൺ യൂസിങ് എനി നമ്പർ ഓഫ് ഫ്ലാഗ്. എത്ര ഫ്ലാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് 5 ഫ്ലാഗ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ എത്ര ഫ്ലാഗ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് സിഗ്നൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫ്ലാഗ് വെച്ച് എത്ര സിഗ്നൽ ഉണ്ടാക്കാം? 5 സിഗ്നൽ ഉണ്ടാക്കാം. 2 ഫ്ലാഗ്സ് വെച്ച് നമുക്ക് എത്ര സിഗ്നൽ ഉണ്ടാക്കാം? 2 ഫ്ലാഗ് വെച്ച് നോക്കാം. 2 ഫ്ലാഗ് വെച്ചാകുമ്പോൾ നമുക്കറിയാം ഇത് ഒരു സിഗ്നൽ. അതിനകത്ത് ഇവിടെ ഒരു ഫ്ലാഗ് വെക്കും, ഇവിടെ ഒരു ഫ്ലാഗ് വെക്കും. അതിൻ്റെ 2 ഫ്ലാഗ് വെച്ച് ഒരു സിഗ്നൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് എത്ര വേസ് നമുക്ക് ഈ ഇവിടെ ഒരു 5 വേസിലല്ലേ? നമുക്ക് 5 ഫ്ലാഗ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 5 ഒരു കളറുള്ള ഫ്ലാഗ് ഇവിടെ വെക്കാം, വേറൊരു കളറുള്ള ഫ്ലാഗ് ഇവിടെ വെക്കാം. സോ 5 × 4 20 വേസിലാണ് നമുക്ക് 2 കളറുള്ള ഫ്ലാഗ് ഉണ്ടാക്കാവുന്നത്. ഓക്കെ, 3 കളറുള്ള എത്ര ഫ്ലാഗ്സ് ഉണ്ടാക്കാം? നമുക്ക് 3 ബോക്സ് എടുക്കാം. അപ്പോൾ ഇത് 5 വേസ് ഫില്ല് ചെയ്യാം അല്ലേ? ഇവിടെ 5 കളറുള്ള ഏതെങ്കിലും ഒരു ഫ്ലാഗ് ഉപയോഗിക്കാം. 5 കളേഴ്സിൽ നിന്ന് ഇവിടെ റിമൈനിങ് 4 കളേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്ലാഗ് ഉപയോഗിക്കാം 4 വേസിൽ. ഇവിടെ റിമൈനിങ് 3 ഫ്ലാഗ്സ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. സോ ദ ആൻസർ ഈസ് 5 × 4 × 3 20 × 3 ദാറ്റ് ഈസ് 60. ഓക്കെ, ഇനി 4 ഫ്ലാഗ്സ് വെച്ചിട്ട് എത്ര ഉണ്ടാക്കാം? 4 ഫ്ലാഗ്. ഇത് 5, ഇത് 4, ഇത് 3, ദിസ് ഇസ് 2 അല്ലേ? അപ്പോൾ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്? 5 × 4 × 3 × 2 അല്ലേ? അപ്പോൾ 20 × 6, സോ 120 ആണ്. ഓക്കെ, ഇനി 5 ഫ്ലാഗ്സ് ഉപയോഗിച്ച് എത്രയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? 5 ഫ്ലാഗ്സ് ഉപയോഗിച്ച് 1 2 3 4 5. അപ്പോൾ ഇത് നമുക്ക് 5 വേസ്, ഇത് 4 വേസ്, 3 വേസ്, 2 വേസ് ആൻഡ് 1 വേ. സോ ദിസ് ഈസ് 5 × 4 × 3 × 2 × 1. സോ ദാറ്റ് ഈസ് 120 അല്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 കളർ ഉപയോഗിച്ച് ഫ്ലാഗ് ഉണ്ടാകാം. ഓറാണ് കേട്ടോ. ഈ ഓർ എന്ന് പറയുന്ന സാധനമാണ് അഡീഷൻ കേട്ടോ. ഓറാണ് അഡീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആൻഡ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ അത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണെന്ന് ഓർത്തോണം. ഓർ ഉപയോഗിക്കേണ്ടി വന്നാൽ അതെപ്പോഴും അഡീഷൻ്റെ കേസാണെന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇത് എത്രയാണ്? 5 + 20 + 60 + 120 + 120 അല്ലേ? സോ 240 300 325 എന്ന് വരും. ഓക്കെ, ദറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അപ്പോൾ ഇത്രയും വേസിലാണ് നമുക്ക് ഈ പറയുന്ന ഫ്ലാഗ്സ് ഉണ്ടാക്കാൻ സിഗ്നൽസ് ഉണ്ടാക്കാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ ഇതാണ് അഡീഷൻ തിയറത്തിൻ്റെ ഐഡിയ. അപ്പോൾ ഈ 2 തിയറംസും മാറി മാറി നമ്മളിനി ഈ പറയുന്ന പ്രോബ്ലംസിലും തിയറി ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിനി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്നേരം അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ആഡ് ചെയ്ത് നിങ്ങൾ സംശയിക്കരുത്. നമ്മൾ പഠിച്ച ഈ പറയുന്ന ആശയമാണ് അവിടെ ഉപയോഗിക്കുക കേട്ടോ, ഓർത്തോണം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് നമ്മൾ അവസാനിപ്പിച്ച. നെക്സ്റ്റ് ഫാക്ടോറിയലാണ്. ഫാക്ടോറിയൽ എന്താണ്? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു 5 ഫാക്ടോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ 5 ഫാക്ടോറിയൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ. 5 ഫാക്ടോറിയൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. 5 × 4 × 3 × 2 × 1. സോ ദിസ് ഈസ് 5 ഫാക്ടോറിയൽ. ഇനി what is 10 factorial? 10 factorial is the product of first 10 natural numbers. First 10 natural numbers എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 10 9 അല്ലേ? 10 മുതൽ 1 വരെയുള്ള പ്രോഡക്റ്റ് അല്ലെ 1 മുതൽ 10 വരെയുള്ള പ്രോഡക്റ്റ്, അതിനാണ് നമ്മൾ 10 ഫാക്ടോറിയൽ എന്ന് പറയുക. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. 1 ഫാക്ടോറിയൽ അപ്പോൾ എന്താണ്? 1 ഫാക്ടോറിയൽ is 1 and 0 ഫാക്ടോറിയൽ is defined as 1. 0 ഫാക്ടോറിയൽ 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ ഫാക്ടോറിയലിൻ്റെ ഐഡിയ വെച്ച്, ഈ പ്രോഡക്റ്റ് എന്നുള്ള ഐഡിയ വെച്ച് നമുക്ക് പറയാം. Okay, 1 factorial is 1, 2 factorial is 1 × 2, that is 2. 3 factorial is, what is 3 factorial? That is 6. 4 factorial, that is 24. Okay, 5 factorial, that is 120. 6 factorial, that is 720. 7 factorial, that is 5040.
ഓക്കെ, ഇത്രയും ഫാക്ടോറിയൽസ് നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ആക്കിയേക്കണം കേട്ടോ. ഇത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന വാല്യൂസാണ്. ഒത്തിരി വലിയ ഫാക്ടോറിയലിലേക്കൊന്നും നമ്മൾ അത് ബൈ ഹാർട്ട് ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയും ഫാക്ടോറിയൽസ് നിങ്ങൾ എപ്പോഴും നമുക്ക് പ്രോബ്ലത്തിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാക്ടോറിയൽസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഓർത്തേക്കണം കേട്ടോ. ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചേക്കണം. എക്സാമിന് നമുക്കിത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ആക്കിയേക്കണം. ഓക്കെ, ഇനി വാട്ട് ഇസ് എൻ ഫാക്ടോറിയൽ? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എൻ ഫാക്ടോറിയൽ എന്താണെന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 എക്സെട്ര എക്സെട്ര. എത്ര വരും? ഇങ്ങനെ കുറഞ്ഞ് ഓരോന്ന് വെച്ച് കുറഞ്ഞ് പോവാണ്. എൻ ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ ഈ ഓരോ നമ്പർ വെച്ച് ഇങ്ങനെ കുറഞ്ഞ് പോയി അവസാനം 3 ഇൻറ്റു 2 ഇൻറ്റു 1 വന്ന് അവസാനിക്കും. ദിസ് ഈസ് എൻ ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ പറയുന്ന ഇത്രയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? 1 മുതൽ n മൈനസ് 1 വരെയുള്ള കണ്ടിന്യൂസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് n മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ ഇതിനെ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ നമുക്ക് വേണേൽ വിളിക്കാം. സോ n ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി വേണമെങ്കിൽ ഇതിനെ വേണം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഇത് എത്രയാണ്? 1 മുതൽ n മൈനസ് 2 വരെയുള്ള കണ്ടിന്യൂസ് പ്രോഡക്റ്റ് ആകുമ്പോൾ അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന കാര്യം എഴുതാൻ പറ്റും. എൻ ഫാക്ടോറിയൽ ഇങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്തെല്ലാം എൻ ഫാക്ടോറിയൽ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓർത്തേക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ ചിലപ്പോൾ എഴുതേണ്ടി വരും. ചിലപ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതാം. കാരണം 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 7 മുതൽ 1 വരെയുള്ള കണ്ടിന്യൂസ് പ്രോഡക്റ്റാണ് 7 ഫാക്ടോറിയൽ. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള 8 ഉണ്ട്, തൊട്ടടുത്തുള്ള 9 ഉണ്ട്, അത് കഴിഞ്ഞ് 10 ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോർത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഫാക്ടോറിയലിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. 0 ഫാക്ടോറിയൽ ഇസ് ഡിഫൈൻഡ് ആസ് 1. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 0 ഫാക്ടോറിയൽ ഇസ് ഡിഫൈൻഡ് ആസ് 1. ഓക്കെ, ആൻഡ് അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫാക്ടോറിയൽസ് വെച്ചുള്ള ഓപ്പറേഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ ശരിയാണോ? തെറ്റാണ് അല്ലേ? അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ നോട്ട് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ. ശരിയല്ലേ? ഇപ്പോൾ 6 ബൈ 3 2 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഫാക്ടോറിയൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അരിത്മെറ്റിക് വർക്കൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് കറക്റ്റായിട്ട് ഫാക്ടോറിയൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നിങ്ങൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടോറിയലിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദിസ് പെർമ്യൂട്ടേഷൻ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞത് അതിൻ്റെ ബേസിക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ തിയറിയിലേക്ക് യഥാർത്ഥം എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിരുന്നു നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ എന്താണെന്നാണ്. വാട്ട് ഈസ് പെർമ്യൂട്ടേഷൻ? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ സിനോണിം ഓഫ് അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാമെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് എന്താണ്? നമുക്കിപ്പോൾ ഞാൻ കുറേ ഒബ്ജക്ട്സ് ABCD 4 ഐറ്റംസ് എടുത്ത് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ, ഈ ABCD എന്ന് പറയുന്ന ഈ 4 ഒബ്ജക്ട്സ് എന്നിട്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇതിനകത്തുനിന്ന് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാം. അപ്പോൾ ABCD എന്നുള്ള 4 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന ഒബ്ജക്ട്സിനെ പൊസിഷൻ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ 4 ഒബ്ജക്ട്സും എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ABDC എന്ന് എഴുതാം, ACBD എന്ന് എഴുതാം, ACDB എന്ന് എഴുതാം, ADBC എന്ന് എഴുതാം, ADCB എന്ന് എഴുതാം. എന്താ ഇങ്ങനെ എഴുതാം. ഇത് Aയിൽ ആരംഭിക്കുന്ന അറേഞ്ച്മെൻറ്റ്സാണ്. ഇതുപോലെ തന്നെ Bയിൽ ആരംഭിക്കുന്ന BACD എന്ന് എഴുതാം, BADC എന്ന് എഴുതാം, BCDA എന്ന് എഴുതാം, BCAD എന്ന് എഴുതാം, BDAC എന്ന് എഴുതാം, BDC എന്ന് എഴുതാം. കേട്ടോ, ഇത് Bയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സാണ്. ഇതുപോലെ Cയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതാം, Dയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതാം. അപ്പോൾ ഇത് 6 ആയില്ലേ? ഇതുപോലെ Cയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 6 കിട്ടും, Dയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 6 കിട്ടും. ടോട്ടൽ അപ്പോൾ എത്രയായി? 6 + 6 + 6 + 6 എത്രയാ? 24 കിട്ടി. അപ്പോൾ ഞാൻ ഈ ABCD എന്ന് പറയുന്ന ഈ 4 ഐറ്റത്തെ എനിക്ക് 24 വേസിലാണ് എനിക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചത്.
പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ ബി സി ഡി എന്നുള്ള 4 ഐറ്റംസ് വന്നിട്ട് ഇതിൽ നിന്ന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ അപ്പോൾ അറിയണം ഏതൊക്കെ 3 ഐറ്റംസ് ആണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ അറിയണം. അത് വളരെ പ്രധാനപ്പെട്ട. ഇത് നമ്മളോട് 4 ഐറ്റംസ് വന്നിട്ട് മുഴുവനോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റി വെച്ചാൽ മതി. അതേ സമയത്ത് 4 ഐറ്റത്തിൽ നിന്ന് 3 ഐറ്റംസ് എടുത്താണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ 3 ഐറ്റംസ് ആണ് അറേഞ്ച് ചെയ്യണമെന്ന് അറിയണ്ടേ? അതിനെ മാറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കറിയാം. എ ബി സി ഡി എന്നുള്ള 4 ഒബ്ജക്ട്സിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട 3 ഐറ്റംസ് ഏതൊക്കെ വരാം? എ ബി സി, ഈ 3 ഐറ്റംസ് വേണേൽ അറേഞ്ച് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ എ ബി ഡി വേണേൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എ സി ഡി അറേഞ്ച് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ ബി സി ഡി എന്ന് അറേഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുക്കാവുന്ന 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ 4 വേസിൽ നമുക്ക് ഇതിനകത്ത് 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ ഒബ്ജക്ട്സ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അറേഞ്ച് ചെയ്യുക. ഇത് കണ്ടോ, ഈ 3 എണ്ണം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അറേഞ്ച് ചെയ്യുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ അറേഞ്ച് ചെയ്യുക. ഇത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അറേഞ്ച്മെൻ്റ് എല്ലാം അവിടെ ആഡ് ചെയ്തെടുക്കുക. ഇത്രയും പരിപാടി നമ്മൾ അറേഞ്ച്മെൻറ്റിനകത്ത് നടത്തുന്നുണ്ട്. അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട്സിനും പ്രാധാന്യമുണ്ട്, അതിൻ്റെ പൊസിഷനും പ്രാധാന്യമുണ്ട്. പറയാൻ മനസ്സിലായോ? പൊസിഷനും പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അറേഞ്ച്മെൻറ്റിനകത്ത്. അപ്പോൾ അത് ഓർത്തോണം കേട്ടോ. പൊസിഷനും അതിൻ്റെ ഒബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് അറേഞ്ച്മെൻറ്റ് കേസിൽ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മാനുവലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ അത് 4 ഒബ്ജക്ട്സ് എടുത്തിട്ട് തന്നെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടും അല്ലേ? അപ്പോൾ 10 ഒബ്ജക്ട്സ് തന്നാലോ, 100 ഒബ്ജക്ട്സ് തന്നാലോ, 1000 ഒബ്ജക്ട്സ് തന്നാലോ ഒക്കെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മാനുവലി അതുകൊണ്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യുകയില്ല. പറയാൻ മനസ്സിലായില്ലേ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനുള്ള തിയറിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് ചെയ്യുക? ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ അറിയാമല്ലോ. ആ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ്റെ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതവിടെ നോക്കാം. ഇപ്പോൾ എനിക്ക് n ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട്. n ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റംസ് അല്ല, ഞാൻ വേണമെങ്കിൽ കുറച്ച് ചെറിയ നമ്പറാക്കാം. എൻ്റെ ഒരു 5 ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു 3 ഐറ്റംസ് എടുത്ത് എന്നോട് അറേഞ്ച് ചെയ്യാൻ പറയാം. സോ യു ആർ ആസ്ക്ഡ് ടു അറേഞ്ച് 3 ഐറ്റംസ് ഫ്രം 5 ഡിഫറെൻറ്റ് ഐറ്റംസ്. അപ്പോൾ 5 ഡിഫറെൻറ്റ് ഐറ്റംസ് വന്നിട്ട് അതിന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ചെയ്യേണ്ട ജോലി ഇത്രയേ ഉള്ളൂ. ടേക്ക് 3 blank boxes and fill it using these 5 distinct items. So how many ways you can fill the first box? We have 5 items with us. So we can fill this first box in 5 different ways. And what about the second box? So that can fill in 4 different ways. Why? Because we have already used one here. Okay. And what about the third box? We can fill the third box in 3 different ways. So the total number of ways of filling these 3 blank boxes, that is in 5 into 4 into 3, that is 20 into 3, that is 60 different ways. അപ്പോൾ 60 ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് ഈ പറയുന്ന 3 ബോക്സസ് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5 ഡിഫറെൻറ്റ് ഐറ്റംസ് ഉപയോഗിച്ച് 3 ബോക്സസ് ഫില്ല് ചെയ്യുന്ന എത്ര വേസിലുണ്ടെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വലൻ ടു അറേഞ്ചിങ് 5 ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റംസ് ടേക്കൺ 3 at a time. പറയാൻ മനസ്സിലായോ? അപ്പോൾ 5 ഡിഫറെൻറ്റ് ഐറ്റംസ് ഇന്ന് 3 ഐറ്റംസ് എടുത്ത് എത്ര വേസ് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. എന്ത് സിമ്പിളായെന്ന് നോക്കിക്കേ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ ഇരുന്ന് ലിസ്റ്റ് ചെയ്യുന്നതാണോ എളുപ്പം? ഇങ്ങനെ നിങ്ങൾ ബോക്സ് ഫില്ല് ചെയ്തെടുക്കുന്നതാണോ എളുപ്പം? സോ ദിസ് ഈസ് മോർ ഈസിയർ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിക് തിയറി ഇതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് നമ്മൾ ഈ പറയുന്ന ഐഡിയ ഇങ്ങനെ പറയുകയാണ്. Number of arrangements of n distinct items taken are at a time. Number of arrangements of n distinct items taken are at a time without repetition. Repetition is not allowed. എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ തിയറി എന്തായിരിക്കും? ദറ്റ് ഈസ് എന്താണ്? ടേക്ക് ആർ ബ്ലാങ്ക് ബോക്സസ്.
നമ്മളോട് 5 ഐറ്റംസ് ഇന്ന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 3 ബോക്സ് അല്ലേ എടുത്തേ. സോ നമ്മളോട് n ഡിസ്റ്റിങ്ക്ട് ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ വി ഷുഡ് ടേക്ക് 6 ബ്ലാങ്ക് ബോക്സസ് ഉണ്ടോ. 1 2 3 4 എക്സെട്ര r-1 6 ബോക്സസ് എടുക്കുക. ആൻഡ് ഫിൽ ഇറ്റ് യൂസിങ് ദീസ് n ഡിസ്റ്റിങ്ക്ട് ഐറ്റംസ് വിത്തൗട്ട് റെപ്പറ്റീഷൻ കൂടാതെ തന്നിരിക്കുന്ന n ഐറ്റംസും കൊണ്ട് ഇത് ഫില്ല് ചെയ്യുക. So the first box can fill in n ways, second in n-1, third in n-2 and n-3 going like that and finally അപ്പോൾ എത്രയാണ് വരിക, ഇവിടെ വരുമ്പോൾ എന്താ വരിക നമുക്കറിയാം. ഫോർത്ത് ബോക്സ് വന്നപ്പോൾ n-3 അല്ലേ, തേർഡ് ബോക്സ് വന്നപ്പോൾ n-2 അല്ലേ, അങ്ങനെ ആർത്ത് ബോക്സ് വരുമ്പോൾ എന്താ n-r-1 ആയിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി n-r+1. Okay, and just multiply these numbers to obtain the total arrangement. So നമുക്കറിയാം ഈ n ഡിസ്റ്റിങ്ക്ട് ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസ് റെപ്പറ്റീഷൻ കൂടാതെ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻ്റ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താ അറിയാമോ നിങ്ങൾക്ക്? NPR എന്നാണ്. That is NPR. What is NPR? NPR is n into n-1 into n-2 into n-3 etc. n-r+1 ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡിയ കേട്ടോ. അപ്പോൾ ഇതാണ് NPR. അപ്പോൾ NPR എന്ന് പറയുന്നത്, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം NPR. അപ്പോൾ നമ്മൾ NPR ഇപ്പോൾ 5p3 ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 എഴുതുക, എന്നിട്ട് ഇത് കണ്ടോ NPR പറയുമ്പോൾ n എഴുതിയിട്ട് 6 നമ്പേഴ്സ് ബാക്കിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, എഴുതി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ NP3 എഴുതുമ്പോൾ 5 into 4 into 3 കണ്ടോ, 5 എഴുതിയിട്ട് 3 നമ്പേഴ്സ് ബാക്കിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ ആൻസർ ഈസ് 5 into 20 into 60 എന്ന് വരും. ഇതാണ് 5p3 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് NPR. ഇതിനെ നമുക്ക് ഇങ്ങനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. NPR ഈസ് ഈക്വൽ ടു ഇത് തന്നെയാണ് n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുക. നമുക്ക് കട്ട് ചെയ്തതിന് ശേഷമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഈസിയർ കേട്ടോ. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അല്ലാതെ ഫാക്ടോറിയൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ n എന്താണ്, n and r ഇൻഡിജേഴ്സ് അല്ലേ. r എന്താണ്, ഇൻഡിജേഴ്സ്. 0 മുതൽ മേളിലേക്കുള്ള ഇൻഡിജേഴ്സാണ് n-ൻ്റെ r-ൻ്റെ വാല്യൂ. ആൻഡ് r ഷുഡ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു n. r-ൻ്റെ വാല്യൂ എന്താണ്, എവിടെ മുതൽ എവിടെ വരെ അറേഞ്ച് ചെയ്യാം, 0 മുതൽ n വരെ അറേഞ്ച് ചെയ്യാം r-ൻ്റെ വാല്യൂ. ക്ലിയർ. അപ്പോൾ ഇതാണ് NPR കേട്ടോ. റിസൾട്ട് ഓർക്കുക. ഇനി റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിലോ, ഇഫ് റെപ്പറ്റീഷൻ ഈസ് അലൗഡ്, റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്താണ് നമ്മുടെ റിസൾട്ട്, റെപ്പറ്റീഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ n ബേസിലല്ലേ നമ്മൾ ഫില്ല് ചെയ്തേ ഉണ്ടോ, ഇത് n ബേസിലല്ലേ ഫില്ല് ചെയ്തത്. അപ്പോൾ ഇത് n ബേസ്, നെക്സ്റ്റ് ഓൾസോ n ബേസ്. കാരണം എന്താ, ഇവിടെ ഉപയോഗിച്ച് ഇവിടെ യൂസ് ചെയ്യാമല്ലോ, ഇവിടെ യൂസ് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം, എല്ലായിടത്തും യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാമെങ്കിൽ എല്ലാ ബോക്സും എന്താണ് n ബേസിലായിരിക്കും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും, റെപ്പറ്റീഷൻ ആസ് അലൗഡ് ദെൻ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ബിക്കംസ് n⁻r. അപ്പോൾ n⁻r എന്നായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് വരിക. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. റെപ്പറ്റീഷൻ അലോ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഈസ് n⁻r. ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഇത് ഈ രണ്ട് കേസിലും നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. ഓക്കെ, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അറേഞ്ച് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒബ്ജക്ട്സിനകത്ത് ചിലതൊക്കെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും, എന്നാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും. ഓക്കെ, അല്ലെ ഒബ്ജക്ട്സ് അലൈക്ക് ആയിരിക്കും. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒബ്ജക്ട്സ് അലൈക്ക് ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക, അലൈക്ക് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ബി സി ഇങ്ങനെ എനിക്ക് ഒബ്ജക്ട്സ് തന്നിരിക്കുന്നത്. ഇത് അറേഞ്ച് ചെയ്യാൻ നമ്മൾ പറയുന്നത്, ഇത് അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഒബ്ജക്ട്സ് ഉണ്ട്. നമുക്കറിയാം ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് 9p9 ആണ്. സോ 9 ഫാക്ടോറിയൽ എന്ന് വന്നേനെ, ശരിയല്ലേ. പക്ഷേ ഇതിനകത്ത് ചിലതൊക്കെ ഐഡൻറ്റിക്കൽ ആയിട്ട് വരുന്നു. സോ ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് 9 ഫാക്ടോറിയൽ ബൈ 3 items are alike of type 1. So we divide it by 3 factorial. And 2 items are alike of second kind. So we divide it by 2 factorial. And these 4 items are alike of third kind. So we divide it using 4 factorial. So the total number of arrangement will be equal to 9 factorial by 3 factorial into 2 factorial into 4 factorial. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ഓർത്തോണം, ഈ നമുക്ക് അറേഞ്ച് ചെയ്യാൻ തരുന്ന ഒബ്ജക്ട്സിനകത്ത് ഇങ്ങനെ ഒബ്ജക്ട്സ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വേണം എടുക്കാൻ.
ക്ലിയർ? അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, n ഐറ്റംസിനകത്ത് n ഐറ്റംസ് ഉണ്ട്. P are alike, P alike of one kind, Q alike of another kind, R alike of third kind, then the number of arrangement will be n factorial by P factorial into Q factorial into R factorial. നിങ്ങൾ ഇത് ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുള്ള the number of ways we can arrange the letters of the word Mississippi. മിസിസിപ്പി എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സ് എത്ര വേസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ? എത്ര വേർഡ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അറേഞ്ച് ചെയ്താൽ എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന തിയറി യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത പറയുന്ന ഒരു കാര്യം, പെർമ്യൂട്ടേഷൻ ഒരു കാര്യമോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. പെർമ്യൂട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില കേസ് അറേഞ്ച്മെൻറ്റ് നിങ്ങളോട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. ഇപ്പോൾ 10 persons ഒരു ക്യൂവിൽ നിൽക്കുക. ഒരു ക്യൂവിൽ 10 persons നിൽക്കുകയാണ്. അതിനകത്ത് 3 particular persons ആണ് എയും ബിയും സിയും. എയും ബിയും സിയും 3 particular persons ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 particular persons എ കഴിഞ്ഞിട്ടേ ബി വരാവുള്ളൂ, അതിന് ശേഷമേ സി വരാവുള്ളൂ. പക്ഷേ ഈ 3 പേര് ഒരുമിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല, നോട്ട് നെസസറിലി ടുഗദർ. ഓക്കെ, അപ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എ കഴിഞ്ഞിട്ട് ബി വരാവുള്ളൂ, അതിൻ്റെ സി വരാവുള്ളൂ. അങ്ങനെയാണ് എത്ര വേസിൽ ഇവരുടെ ഈ ക്യൂ അറേഞ്ച് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ദീസ് 10 persons so that A comes before B and B comes before C, and these 3 persons no need of coming together. ഈ മൂന്ന് ഐറ്റംസും എന്താണ് ഒരുമിച്ച് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എത്ര വേസിലാണ് ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് എടുക്കാൻ പറ്റുക? സോ ദറ്റ് ഈസ് 10 factorial ബൈ എത്രയാണ് 3 factorial ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഐറ്റംസ് ആണോ ആ ഒരു ഓർഡറിൽ വരേണ്ടത് അതിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പറയാൻ മനസ്സിലായോ? 10 factorial ബൈ 3 factorial, ദറ്റ് ഈസ് എ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷണലായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ദർ ആർ n distinct items in which r particular item should comes in an order, not necessarily together. The number will be n factorial by r factorial, that is the result. അപ്പോൾ ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, പെർമ്യൂട്ടേഷൻ്റെ ഒരു ഐഡിയ നമ്മൾ ഇത്രയാണ് പറയുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സർക്കുലർ പെർമ്യൂട്ടേഷനെ കുറിച്ചാണ്. നമുക്കറിയാം ഇത് നമ്മൾ ലീനിയർ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിതെല്ലാം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അറേഞ്ച്മെൻ്റ് എല്ലാം എന്താണ്, ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന, ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി സർക്കുലറായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം, ഐറ്റംസിനെ നമുക്ക് സർക്കുലറായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അറേഞ്ച്മെൻ്റ് എടുക്കുക? അപ്പോൾ നമ്മൾ എ ബി സി ഡി ഇവരെ നമ്മൾ സർക്കുലറായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എത്ര വേസിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് 4 items ആണെങ്കിൽ 4 - 1 factorial വേസിലാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എ ബി സി ഡി എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും ബി സി ഡി എ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും സി ഡി എ ബി എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും ഡി എ ബി സി എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും എന്താണ്? എല്ലാം സെയിം തന്നെയല്ലേ? അപ്പോൾ ഈ 4 നമുക്ക് 4 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ലീനിയർ ആകുമ്പോൾ ഇത് 4 ഡിഫറൻറ്റാണ്, പക്ഷേ സർക്കുലർ ആകുമ്പോൾ ഇത് 4 സെയിമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റ് 4 factorial കിട്ടും. അതിനകത്ത് 4 കൊണ്ട് 4 സെയിം ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4 factorialനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 3 factorial കിട്ടുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ 4 - 1 factorial കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാൻ മനസ്സിലായോ? സോ അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് n ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് എത്ര വേസിലാണ് നമുക്ക് ഇതിനെ സർക്കുലറായിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ ദ നമ്പർ ഈസ് n - 1 factorial. സോ ഓർത്തിരുന്നു കേട്ടോ. അപ്പോൾ n ഡിഫറൻറ്റ് ഐറ്റംസ് തന്നിട്ട് ഇതിനെ സർക്കുലറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ വി ഷുഡ് യൂസ് എന്താണ് ദിസ് ഫോർമുല n - 1 factorial. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ഫ്ലിപ്പ് ചെയ്യുന്ന സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഈ ഇപ്പോൾ ഒരു നെക്ലേസാണ്, നെക്ലേസിലെ ബീഡ്സാണ് എ ബി സി ഡി ഉണ്ടോ? ഇത് ഒരു നെക്ലേസാണ്, നെക്ലേസിലെ ബീഡ്സാണ് എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബീഡ്സ് എത്ര വയസ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നെക്ലേസ് ആണെങ്കിൽ നമുക്ക് എത്രയാണ്? 4 factorial ബൈ 4 ആണ് എന്ന് പറഞ്ഞാൽ 3 factorial ആണ് എൻ്റെ ആൻസർ. പക്ഷേ ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ, ഇത് എ ഡി സി ബി ഇങ്ങനെ വരില്ലേ? അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റും രണ്ടും എന്താ? കാരണം ഒരൊറ്റ അറേഞ്ച്മെൻറ്റിന് നമുക്ക് 2 വേസിനെ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒരു സെയിം അറേഞ്ച്മെൻറ്റ് തന്നെയാണ്,
ഈ നെക്ലേസ് ഇങ്ങനെ ഇരിക്കുന്നതിന് നമുക്ക് ഇങ്ങനെയും വെക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു നെക്ലേസ് ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയും നോക്കാം, എനിക്ക് തിരിച്ചു പിടിച്ച് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് ആ നെക്ലേസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ രണ്ട് അറേഞ്ച്മെൻറ്റും സെയിം അറേഞ്ച്മെൻറ്റാണ്. നമുക്കറിയാം അതിനകത്തെ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിട്ടില്ലല്ലോ, നമ്മൾ തിരിച്ചും മറിച്ചും നോക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ സർക്കുലർ അറേഞ്ച്മെൻറ്റ് 3 ഫാക്ടോറിയൽ അല്ലേ, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ പകുതി കണ്ടാൽ മതി. സോ ദ ആൻസർ ഈസ് 3 ഫാക്ടോറിയൽ ബൈ 2. അതുകൊണ്ട് ഇങ്ങനെ ഫ്ലിപ്പിംഗ് കേസ് വരുവാണെങ്കിൽ n-1 ഫാക്ടോറിയൽ ബൈ 2 എന്നായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ രണ്ട് കേസ് ഓർത്തിരിക്കുക കേട്ടോ. ഫ്ലിപ്പ് ചെയ്യാത്ത കേസാണെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റ് നമ്പർ ഇതാണ്, ഫ്ലിപ്പ് ചെയ്യുന്ന കേസാണെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റ് നമ്പർ ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സർക്കുലർ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സർക്കുലർ അറേഞ്ച്മെൻറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷനിലെ റിലേഷൻ ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റും സെലക്ഷൻ തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കാം, ABCD 4 ഐറ്റംസാണ് തന്നിരിക്കുന്നത്. ഈ 4 ഐറ്റംസ് തന്നിട്ടുള്ളതിന് എന്നോട് പറയുകയാണ് ഈ 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആദ്യം ഏതൊക്കെയാണ് 3 എണ്ണം എടുക്കേണ്ടത്? ഫസ്റ്റ് യു സെലക്ട് അല്ലേ, എനിക്കിതിനെ അറേഞ്ച് ചെയ്യാം. 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യാനാണ് എന്നോട് പറയുന്നത് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, സെലക്ട് ചെയ്യും. ഏതൊക്കെ 3 എണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം? 3 എണ്ണം ABC എന്ന് സെലക്ട് ചെയ്യാം, ABD എന്ന് സെലക്ട് ചെയ്യാം, ACD എന്ന് സെലക്ട് ചെയ്യാം, ആൻഡ് BCD എന്ന് സെലക്ട്. ഇങ്ങനെ എനിക്ക് 4 വേസിൽ എനിക്ക് 3 ഐറ്റംസ് നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ജോലി എന്താ, എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്താണ്, 4 ഡിഫറെൻറ്റ് ഐറ്റംസിൽ നിന്ന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ടാസ്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് 2 അസോസിയേറ്റഡ് ഇവൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടു സെലക്ട് ദ ഐറ്റംസ്. 3 ഐറ്റംസ് ഏതൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് ടാസ്ക് അല്ലേ. ആ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ABC കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് 3 ഫാക്ടോറിയൽ വൈസ് അറേഞ്ച് ചെയ്യാം. ABD കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ 3 ഫാക്ടോറിയൽ വൈസ് അറേഞ്ച് ചെയ്യാം. ACDയെ 3 ഫാക്ടോറിയൽ വൈസ് അറേഞ്ച് ചെയ്യാം. ഇതിനെയും 3 ഫാക്ടോറിയൽ വൈസിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കെന്താ, നമ്മൾ ഇതിനെ എത്ര വേസിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്? 4 വേസിലാണ്. ആ സെലക്ട് ചെയ്ത ഐറ്റത്തെ നമുക്ക് എത്ര വേസിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക? 3 ഫാക്ടോറിയൽ വൈസിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആക്ച്വലി എത്ര 4P3 എന്ന് പറയുന്നത്. 4 ഐറ്റംസിൽ നിന്ന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ഈ 2 ടാസ്കുകളാണ് നമ്മളതിനകത്ത് വൺ ആഫ്റ്റർ അനദർ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് തീരുമ്പോഴാണ് ആ ജോലി അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് 4 × 3 ഫാക്ടോറിയൽ. ഓക്കെ, വാട്ട് ഈസ് 4? 4 റെപ്രസെൻറ്റ്സ്. 4 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 4 ഐറ്റംസിൽ നിന്ന് 3 ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതിനെയാണ് 4 എന്ന് പറയുന്നത് അല്ലേ. 4 ഐറ്റത്തിൽ നിന്ന് 3 ഐറ്റംസ് സെലക്ട് ചെയ്തതല്ലേ 4. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 4 നമ്മൾ 4C3 എന്ന് എഴുതും. ഇത് ഈ കോമ്പിനേഷനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെലക്ഷൻ മീൻസ് കോമ്പിനേഷൻ. സെലക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. അതുകൊണ്ട് നമ്മൾ സെലക്ഷൻ വരുമ്പോൾ നമ്മൾ കോമ്പിനേഷനാണ് ഉപയോഗിക്കുക. അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ നമ്മൾ P ആണ് ഉപയോഗിക്കുന്നത്, പെർമ്യൂട്ടേഷനാണ് ഉപയോഗിക്കുക കേട്ടോ. അത് ഓർത്തേക്കണം. അപ്പോൾ 4C3 × 3 ഫാക്ടോറിയൽ എന്ന് വരും. സോ ദറ്റ് ഈസ് 4P3 = 4C3 × 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കേട്ടോ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മൾ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാം, N ഐറ്റംസിൽ നിന്ന് P ഐറ്റംസ് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ടാസ്ക് എന്താണ്? ഫസ്റ്റ് യു സെലക്ട് R ഐറ്റംസ്, ദെൻ അറേഞ്ച് ഇറ്റ്. സോ അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. NPR = NCR × R ഫാക്ടോറിയൽ. ഓക്കെ, ഈ പറയുന്ന റിസൾട്ടിൽ നിന്നാണ് നമുക്ക് NCR എന്ന് പറയുന്നത് NPR / R ഫാക്ടോറിയൽ എന്ന് പറയാൻ പറ്റുന്നത്. വാട്ട് ഈസ് NPR? NPR is N factorial by N - R factorial. ഇതിനെ R ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. സോ ദറ്റ് ഈസ് NCR. സോ ഇതാണ് NCRൻ്റെ ഫോർമുല. ഇവിടെ N ഉം R ഉം ഒക്കെ ഇൻറ്റീജേഴ്സ് ആണ് ആൻഡ് 0 ≤ R ≤ N ആണ്. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ NCR നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഈ NCR ഇപ്പോൾ നിങ്ങൾക്ക് 10C3 എഴുതണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് NPR എഴുതണം അല്ലേ. 10PR എഴുതണം, 10P3 എഴുതണം. ബൈ 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദിസ് ഇസ് 10C3. അപ്പോൾ ഈ 10P3 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തൊട്ടുമ്പ് ചെയ്തല്ലോ. എന്താ 10 × 9 × 8 അല്ലേ. 10 എഴുതുക, 3 നമ്പേഴ്സ് ബാക്കിലേക്ക് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അതാ 10P3. ബൈ 3 ഫാക്ടോറിയൽ എന്താ 1 × 2 × 3 എന്ന് എഴുതിയാൽ മതി.
അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഇവിടെ 3 വരും, ഇവിടെ 4 വരും. 4 into 3 12 into 10 120 എന്ന് ആൻസർ കിട്ടും. ഉണ്ടോ? ദാറ്റ് ഈസ് 10C3. അപ്പോൾ 10C3 120 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് 10C3. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ 10C3. ഇപ്പോൾ നിങ്ങളോട് 12C2 ചോദിച്ചാൽ കണ്ണും അടച്ച് 12 എഴുതുക, 11 എഴുതുക. കണ്ടോ? 12 എഴുതിയിട്ട് ബാക്കിലേക്ക് 2 എഴുതുക. 1 into 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? കട്ട് ചെയ്തേ 66 എന്ന് പെട്ടെന്ന് ആൻസർ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നിങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതാണ് NCR എന്ന് പറയുന്നത്. ഈ NCRൻ്റെ ക്വസ്റ്റ്യൻ സാധാരണ എൻട്രൻസുകളിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അഡ്വാൻസ് ലെവലിലും ചോദിക്കുന്നുണ്ട്, JEE മെയിനിലും ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഈ കോൺസെപ്റ്റ് വരുവാണെങ്കിൽ നിങ്ങളിനി ഞാൻ പറയുന്ന പോലെ ഈ രീതി ചിന്തിച്ചോണം. നമ്മൾ ഇതുപോലത്തെ എക്സാമ്പിൾസൊക്കെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സെക്ഷനകത്ത് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നോക്കുക. നിങ്ങളോട് പറയുകയാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് 14 numbers ABCD such that A less than, B less than, C less than D. So we are asked to find the 14 number ABCD such that A less than, B less than, C less than D. A B യേക്കാൾ ചെറുതായിരിക്കണം, B C യേക്കാൾ ചെറുതായിരിക്കണം, C D യേക്കാൾ ചെറുതായിരിക്കണം. സോ ഈ പറയുന്ന ക്രമം അനുസരിച്ചുള്ള ഡീറ്റ്സേ ഈ 48 നമ്പേഴ്സിനകത്ത് വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ 2 5 7 9 ഇങ്ങനത്തെ ഒരു നമ്പറാണ്. കാരണം 2 വലുതല്ലേ 5 വലുതല്ലേ 7 വലുതല്ലേ 9. സോ അപ്പോൾ ഈ ക്രമത്തിൽ വരുന്ന എത്ര 14 നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ബോക്സ് ഫില്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല. ദറ്റ് ഈസ് റോങ്. മനസ്സിലായോ? നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ചെയ്യാവുള്ളൂ. എന്താണ്? ഓർഡർ വെച്ചിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ 0 മുതൽ 9 വരെ 10 ഡീറ്റ്സ് ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 10 ഡീറ്റ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ A less than, B less than, C less than D ആണെങ്കിൽ നമുക്ക് 0 ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് 0 എടുക്കണ്ട. ഈ കേസിൽ നിങ്ങൾ 1 മുതൽ 9 വരെ എടുത്താൽ മതി. കാരണം ഇതിനകത്ത് ഏറ്റവും ചെറിയ ഡീറ്റ് A അല്ലേ. A എന്ന് പറഞ്ഞാൽ 1000 പ്ലേസിൽ വരും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1 മുതൽ 9 വരെയുള്ള ഡീറ്റിൽ നിന്ന് അപ്പം 9 ഡീറ്റ്സ് ഉണ്ടാവും അല്ലേ. ഈ 9 ഡീറ്റ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9 ഡീറ്റ്സിൽ നിന്ന് 4 ഡീറ്റ്സ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇത്രയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, സാറ് എന്താ ഈ പറയുന്നത്? 9 ഡീറ്റിൽ നിന്ന് 4 ഡീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? നമുക്ക് പല ഓർഡറിലുള്ള നമ്മൾ ഓർഡറൊന്നും വെച്ചിട്ടല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഞാനിപ്പോൾ 7 എടുത്തു, 2 എടുത്തു, 9 എടുത്തു, 4 എടുത്തു. ഇങ്ങനെ എനിക്ക് കിട്ടുന്ന 4 നമ്പേഴ്സെങ്കിൽ ഇതൊരു 14 നമ്പർ ഈ പറയുന്ന ഓർഡറിലാണോ? അല്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ എടുക്കുന്ന ഒരു സെലക്ഷനിൽ നിന്ന് 2 4 7 9 എന്ന് പറയുന്ന ഓർഡറിൽ ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യത്തില്ലേ ഇതിൽ നിന്ന്? അപ്പം നമ്മൾ 4 ഡീറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്യുന്ന 4 ഡീറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു നമ്പർ ഈ ക്രമത്തിലുള്ള ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? എത്ര വേസ് സെലക്ട് ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതി. സെലക്ട് ചെയ്ത് ഓരോ നമ്പറുകൾ 4 ഡീറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ 4 ഡീറ്റിനെ ഈ ഒരു ഓർഡറിലേക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ പറയുന്ന തരത്തിലുള്ള 14 നമ്പേഴ്സാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എത്ര വേസ് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് ഇങ്ങനെയാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. സൂക്ഷിക്കണം. ഇത് പ്രീവിയസ് ഇയറിലൊക്കെ JEE മെയിനിലും JEE അഡ്വാൻസിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ലോജിക്കാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണ ഈ നമ്പേഴ്സിൻ്റെ ക്രിയേഷൻ ചോദിക്കുമ്പോൾ പലരും ഇങ്ങനെയുള്ള ബോക്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷണലായിട്ടാണ് തരുന്നെങ്കിൽ ഒരെണ്ണത്തേക്കാൾ ചെറുതാണ് അടുത്തത്, അതിനേക്കാൾ ചെറുതാണ് അടുത്തത്, അങ്ങനെയൊക്കെ പറയുന്ന കേസ് അല്ലെ വലുതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യുള്ളൂ? ഈ പറയുന്ന കോമ്പിനേഷൻ്റെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീവിയസിൽ ഒത്തിരി വർഷങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണുന്നതാണ്. JEE മെയിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ കോമ്പിനേഷൻസിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് NCRന് വരുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ അറിയോ? NCRൻ്റെ മാക്സിമം ഓഫ് NCR എന്ന് പറഞ്ഞാൽ NC n/2 കേട്ടോ. ഇതാണ് NCRൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ. ഇഫ് n is even, n ഈവൻ ആണെങ്കിൽ NCRൻ്റെ മാക്സിമം NCR എന്ന് പറയുന്നത് ഇതാണ്, NC n/2. ഇനി ഈ n ഓഡ് ആണെങ്കിൽ, ഇഫ് n ഈസ് n ഓഡ് ആണെങ്കിൽ ഇതിൻ്റെ മാക്സ് എന്ന് പറഞ്ഞാൽ NC n-1/2 വരാം,
എൻ സി എൻ പ്ലസ് 1/2 വരെ ഈ രണ്ട് വാല്യൂസ് വരും. ഇത് രണ്ടും ഈക്വലാണ് താനും. ഇത് രണ്ടും ഈക്വലാണ്. നിങ്ങൾ രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഈക്വലായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ എൻ ഓഡ് ആണെങ്കിൽ ഇത് രണ്ടും എൻ്റെ മാക്സിമം, ഇത് രണ്ടും ഈക്വലാണ് താനും കേട്ടോ, അത് ഓർത്തേക്കണം. അപ്പോൾ ഇതും മാക്സിമാണ്, ഇതും മാക്സിമാണ്, ആൻഡ് ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തേക്കണം. അപ്പോൾ ഇതാണ് മാക്സിമം ഓഫ് NCRനെ കുറിച്ച് പറയുന്ന ഇതാണ് ഒരു പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് വൺ, രണ്ടാമതൊരു നമ്മൾ പറയുന്ന ഇതാണ് NCR ഈസ് ഈക്വൽ ടു NCn-R. NCRും NCn-Rഉം സെയിം ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ ഒരു 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക. ഇത് ഒരു ടീച്ചർ വന്ന് ഇതിൽ 6 പേരെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ടീച്ചറിന് എത്ര വയസ്സ് സെലക്ട് ചെയ്യാം? 10C6 വയസ്സ് സെലക്ട് ചെയ്യാൻ പാടില്ലേ? അങ്ങനെയാണെങ്കിൽ 10C6 വയസ്സിൽ ടീച്ചറിന് കുട്ടികളെ സെലക്ട് ചെയ്യാം അല്ലേ? 6 സ്റ്റുഡൻസിനെ 10C6 വയസ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർ സെലക്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. ടീച്ചർ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സംഭവിക്കുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് അറിയോ? 4 പേരെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് 6 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 10 സ്റ്റുഡൻസിൽ നിന്ന് 6 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ 4 സ്റ്റുഡൻസിനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എത്ര തവണ ടീച്ചർ 4 സ്റ്റുഡൻസിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ടീച്ചർ 6 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് ഓരോ തവണയും 4 സ്റ്റുഡൻസിനെ റിജക്റ്റ് ചെയ്യല്ലേ? സോ അതുകൊണ്ട് 10C. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്ത കുട്ടികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ അറിയോ? ടീച്ചറിൻ്റെ സെലക്ഷനകത്ത് വരാത്ത കുട്ടികളുടെ ഒരു സെലക്ഷനാണ്. അതൊരു സെലക്ഷനാണ് ആക്ച്വലി. 6 സ്റ്റുഡൻസിനെ ടീച്ചർ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുമ്പോൾ 4 സ്റ്റുഡൻസിനെ ടീച്ചർ അങ്ങോട്ട് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സെലക്ഷനാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് 10C6 = 10C4 എന്ന് പറയാം. ബോത്ത് ആർ സെയിം. ഇതാണ് അതിൻ്റെ ലോജിക്ക് കേട്ടോ. സോ NCR = NCn-R. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCR = NCn-R. നിങ്ങൾ ഓർത്തോണം, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ എപ്പോഴും ടോട്ടൽ ഒബ്ജക്ട്സിൻ്റെ നമ്പർ ആയിരിക്കും. 6 + 4 = 10 ആയിരിക്കും. ഇതിവിടെ R + n-R = n ആയിരിക്കും. ഓക്കെ, അപ്പോൾ തേർഡ് അത് നമുക്ക് ഒന്നുകൂടെ പറയാം. ദ NCR = NCS. രണ്ട് കോമ്പിനേഷൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ either R = S or R + S = n. ഒന്നിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് സെയിം ആയിരിക്കുമല്ലോ, അത് നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ n ആണെങ്കിലും ഈ പറയുന്ന കോമ്പിനേഷൻ സെയിം ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് NCR = n/R × n-1C R-1 ആണ്. ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. NCR = n/R × n-1C R-1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോണം കേട്ടോ. പ്രോബ്ലത്തിനകത്ത് പലപ്പോഴും നമുക്ക് ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു റിസൾട്ടാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, NCR /n-1C R-1 = n/R. ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ NCR ഇവിടെ n എന്ന് 1 കുറഞ്ഞു അല്ലേ? അപ്പോൾ n-1, ഇവിടെ R എന്ന് 1 കുറഞ്ഞപ്പോൾ R-1. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഇപ്പോൾ 10C5/9C4 എന്താണെന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചത് ഇത് ഈ ടൈപ്പ് അല്ലേ, ഈ ഫോം അല്ലേ, ഈ ഫോർമാറ്റിലല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 10/5 = 2 എന്ന് എഴുതാം. പെട്ടെന്ന് ആൻസർ എഴുതാം. നിങ്ങൾ ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇങ്ങനത്തെ സാധനം കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നതാണ് കേട്ടോ. ഓക്കെ, വേറൊരു റിസൾട്ട് പറയുന്നത് ഇതാണ്. ഫിഫ്ത്ത് വൺ, NCR = n-R + 1/R × NCR-1. ഇത് വേറൊരു റിസൾട്ടാണ്. ഇതിനകത്ത് നിന്ന് പറയാവുന്ന ഒരു റിസൾട്ട് ഇങ്ങനെയാണ്: NCR /NCR-1 = n-R + 1/R. ഈ രണ്ടും മാറി മാറി പ്രോബ്ലംസിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ഷോർട്ട് കട്ട്സ് ആണ്. ഇത് ഓർത്തോണം. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് 10C5/10C4 എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഇത് രണ്ടും സെയിമാണ്. ആറിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സായിട്ടാണ് കിടക്കുന്നത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എത്രയാണ്? 10 - 5 + 1/5 എന്ന് വരിക എന്ന് പറഞ്ഞാൽ 5 + 1 6/5 എന്നതിൻ്റെ ആൻസർ കിട്ടും. 10C5/10C4 = 6/5. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ. ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി വേറൊരു റിസൾട്ട് പറയാം. ഇതാണ് 6th റിസൾട്ട്. 6th വൺ ഇതാണ്: NC0 + NC1 + NC2 + etc. NCn = 2n ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ NC0 മുതൽ NCn വരെ ഉള്ള എല്ലാ കോമ്പിനേഷൻസിൻ്റെ സം എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2n. ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് നമുക്കിപ്പോൾ ഒരു സെറ്റിനകത്ത് എന്ന് പറഞ്ഞ സെറ്റ് ABCD അല്ലേ, ഇതിനകത്ത് എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ നമ്മൾ പറയുക? നമുക്കറിയാം 0 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് നമുക്കറിയാം. ഇതിനകത്ത് 4 എലമെൻറ്റ്സിൽ നിന്ന് 0 ഐറ്റംസ് എത്ര വയസ്സ് സെലക്ട് ചെയ്യാം? 4C0 വയസ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സബ്സെറ്റ് നമുക്ക് 0 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് കിട്ടും. ഇനി ഇതിൽ നിന്ന് 1 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് കിട്ടും? 4ൽ നിന്ന് 1 എലമെൻറ്റ് സെലക്ട് ചെയ്താൽ പോരെ?
ഇപ്പോൾ 1 എലമെൻറ്റുള്ള സബ്സെറ്റ് 4C1 കിട്ടും. ഇതിൽ നിന്ന് 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് എത്ര കിട്ടും? 4C2 സബ്സെറ്റ്സ് കിട്ടും. ഇതിന് 3 എലമെൻറ്റ്സ് ഉള്ള എത്ര സബ്സെറ്റ്സ് കിട്ടും? 4C3 ആണ്. ഇതിന് 4 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് എത്രയാണ്? 4C4 ആണ്. സോ ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്താൽ നമുക്കറിയാം മാക്സിമം 4 നമ്പേഴ്സ് ഉള്ള സബ്സെറ്റ്സ് അല്ലേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സമ്മ് എത്രയായിരിക്കും? ദിസ് ഈസ് 2/4. നിങ്ങൾ പഠിച്ച റിസൾട്ട് ഇതാണ്. നിങ്ങൾ ഈ സെറ്റും പഠിക്കും, നിങ്ങൾ ഈ റിസൾട്ടും പഠിക്കും. അതെങ്ങനെയാണ് വന്നതെന്ന് പലപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ട്രബിൾ വരും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് ഓർത്തോണം. NC0 + NC1 + NCn അപ് ടു NCn ഈസ് ഈക്വൽ ടു 2/n. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം. നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 7th വൺ പാസ്കൽസ് റൂളാണ്. പാസ്കൽസ് റൂൾ എന്താണ്? പാസ്കൽസ് റൂൾ ഇതാണ് NCR + NCR - 1 = n+1 CR ആണ്. ഓർത്തേക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂള്. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് സ്ഥിരം എക്സാമിന് വരുന്ന ഒരു റിസൾട്ടാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. NCR + NCR - 1 = n+1 CR. ഓർക്കണം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾക്ക് 2 കോമ്പിനേഷൻസ് ആഡ് ചെയ്താൽ വേറൊരു കോമ്പിനേഷൻ കിട്ടുന്ന ഒരേ ഒരു റിസൾട്ട് ഇത് മാത്രമാണ്. 2 കോമ്പിനേഷൻ്റെ സം എടുത്താൽ വേറൊരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആകെ ഒരു റിസൾട്ടേ ഇതുള്ളൂ. ഒരു റിസൾട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഇത് ആഡ് ചെയ്യേണ്ട കോമ്പിനേഷൻസിന് ചില പ്രത്യേകതകളുണ്ട്, ശ്രദ്ധിക്കണം. ഇതിൻ്റെ n വാല്യൂസ് സെയിം ആയിരിക്കും എപ്പോഴും. അതുപോലെ ഈ R വാല്യൂസ് കോൺസിക്യൂട്ടീവ് ആയിരിക്കും. അങ്ങനെയുള്ള 2 കോമ്പിനേഷൻസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മായിട്ട് കിട്ടുന്ന കോമ്പിനേഷനകത്ത് ഇവിടെ എന്താണോ n വാല്യൂ അതിനേക്കാൾ 1+ ആയിരിക്കും. n+1 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 2 n ആണെങ്കിൽ അത് n+1 വരും. ഇനി ഈ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ R വാല്യൂസ്, ഇതിനകത്ത് വലുതേതാ? 6 അല്ലേ? അതാണ് ഇവിടെ വരുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. ഇതാ നോക്കുക, 5C4 + 5C3 ഏതാണ് ഇത് ആഡ് ചെയ്താൽ കിട്ടുന്നത്? നിങ്ങൾക്കറിയാം ഇവിടെ n വാല്യൂസ് സെയിം അല്ലേ, R വാല്യൂസ് കോൺസിക്യൂട്ടീവ് അല്ലേ? നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6C4 എന്നാണ് കിട്ടുന്നത് ആൻസർ. എങ്ങനെ കിട്ടിയേ? കണ്ടോ, ഇവിടെ n വാല്യൂസിനേക്കാൾ 1 കൂടി. ഇതിനകത്ത് R വാല്യൂസിനകത്ത് ഗ്രേറ്റർ ഏതാ? 4 അല്ലേ? അതെവിടെ എഴുതേണ്ടിയേ? അപ്പോൾ 6C4 എന്നാണ് ആൻസർ വരിക. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാസ്കൽസ് റൂൾ എന്ന് വിളിക്കുക കേട്ടോ. ഈ പാസ്കൽസ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കാണുന്നതാണ്, അത് പ്രത്യേകം ഓർത്തേക്കണം. ഓക്കെ, അപ്പോൾ ഈ പാസ്കൽസ് റൂൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് തൽക്കാലം പഠിക്കുന്ന പ്രോപ്പർട്ടീസ്. ഇതൊക്കെയാണ് കോമ്പിനേഷനകത്ത് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സെലക്ഷൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഐഡൻറ്റിക്കൽ ഐറ്റംസിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ എടുത്താൽ ആ പാക്കറ്റിനകത്ത് 10 ബിസ്ക്കറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനകത്ത് ഏത് 3 ബിസ്ക്കറ്റ് നിങ്ങളുടെ 3 ബിസ്ക്കറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് എത്ര വേസ് സെലക്ട് ചെയ്യാൻ പറ്റും? 1 വേയിലല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 1ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ബിസ്ക്കറ്റ് എടുക്കുന്നതും 2ാമത്തെയും 7ാമത്തെയും 8ാമത്തെ ബിസ്ക്കറ്റ് എടുക്കുന്നതും എല്ലാം സെയിം അല്ലേ? സെലക്ഷൻ സെയിം അല്ലേ? അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് സെലക്ഷൻ എടുക്കുമ്പോൾ അത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓർത്തോണം കേട്ടോ. അപ്പോൾ n ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് 6 ഐറ്റംസ് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സെലക്ഷൻ വിൽ ബി ഈക്വൽ ടു 1. മനസ്സിലായോ? നിങ്ങൾ എത്ര എണ്ണം സെലക്ട് ചെയ്താലും അത് സെയിം ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ഐറ്റം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ഏത് വേണമെങ്കിലും 6 ഐറ്റംസ് നിങ്ങൾ സെലക്ട് ചെയ്തോ. പക്ഷേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുമ്പോൾ സെയിം ഐറ്റംസ് അല്ലേ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. സോ സെലക്ഷൻ ഇസ് 1. അപ്പോൾ അതൊരു വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാലേ, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തടസ്സം കൂടാതെ ഇരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ കോമ്പിനേഷൻ ഏരിയ. ഇനി റെസ്ട്രിക്റ്റഡ് കോമ്പിനേഷൻസ് ആൻഡ് സെലക്ഷൻസാണ് പറയുന്നത്. റെസ്ട്രിക്റ്റഡ് കോമ്പിനേഷൻ ആദ്യം നമുക്ക് നോക്കാം. റെസ്ട്രിക്റ്റഡ് കോമ്പിനേഷൻ അല്ല റെസ്ട്രിക്റ്റഡ് സെലക്ഷൻ. എന്താ റെസ്ട്രിക്റ്റഡ് സെലക്ഷൻ? ഇപ്പോൾ നമുക്ക് പറയാം n ഐറ്റംസിൽ നിന്ന് എനിക്ക് 6 ഐറ്റംസ് സെലക്ട് ചെയ്യണം. പക്ഷേ പർട്ടിക്കുലർ ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ഒരിക്കലും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല.
ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ 20 പ്ലേയേഴ്സ് ഉണ്ട്, ഒരു 20 ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് ഒരു 11 പ്ലേയേഴ്സിൻ്റെ ഒരു ടീമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു 3 പേഴ്സൺസ് ഒരിക്കലും ഈ ടീമിനകത്ത് വരാൻ പാടില്ല. 20 പേഴ്സണിൽ നിന്ന് നിങ്ങൾ 11 പേഴ്സൺസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും 3 പേഴ്സൺസ് ഒരിക്കലും ടീമിനകത്ത് വരാൻ പാടില്ല. അങ്ങനെയാണ് എത്ര വയസ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്നത് എം ഐറ്റംസ് എക്സ്ക്ലൂഡഡ്. എങ്ങനെയായിരിക്കും അത് നമ്മൾ ചെയ്യുക? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 20 പേഴ്സൺസിൽ നിന്ന് ഈ 3 പേഴ്സണെ ആദ്യമേ റിമൂവ് ചെയ്യുക. അപ്പോൾ പിന്നെ റിമൈനിങ് 17 അല്ലേ, ആ 17 നിന്ന് 11 സെലക്ട് ചെയ്താൽ പോരെ. ഓക്കെ, ദ ആൻസർ ബിക്കം 17C11. അത്രയേ ഉള്ളൂ. അപ്പോൾ ആരെയാണ് ഒഴിവാക്കേണ്ടത് അവരെ ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കണം. എന്നിട്ട് റിമൈനിങ് ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് സെലക്ട് ചെയ്താൽ ഒരിക്കലും ആ പർട്ടിക്കുലർ ഐറ്റംസ് ഒരിക്കലും സെലക്ഷനകത്ത് ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് n ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യണം. ബട്ട് m ഷുഡ് ബി ഓൾവേസ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക? n - m CR ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഈ എന്നിൽ നിന്ന് m ഐറ്റംസ് റിമൂവ് ചെയ്യുക. ബാക്കി അതിനകത്തുനിന്ന് ആ റിമൂവ് ചെയ്തിട്ട് റിമൈനിങ് n - 3 നിന്ന് 6 ഐറ്റംസ് സെലക്ട് ചെയ്താൽ ഒരിക്കലും m ഐറ്റംസ് അതിനകത്ത് സെലക്ഷനകത്ത് ഉണ്ടാവില്ല. അതാണ് m എക്സ്ക്ലൂഡ് ചെയ്യുന്ന കേസ് കേട്ടോ. ഇനി m ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ് ആണെങ്കിലോ, m എപ്പോഴും ടീമിനകത്ത് ഉണ്ടാവണം. m ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക? ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. 20 ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അതിനകത്തു നിന്ന് നമുക്ക് 20ൽ നിന്ന് നമ്മളൊരു 11 മെമ്പേഴ്സിൻ്റെ ടീമാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 5 പ്ലേയേഴ്സ് ഓൾവേസ് കണ്ടെയ്ൻ ഇൻ ദിസ് ടീം അല്ലേ. അപ്പോൾ ഈ പറയുന്ന 5 പ്ലേയേഴ്സ് എപ്പോഴും എന്താണ് ടീമിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സിലാണ് നമുക്ക് ഈ പറയുന്ന 11 പ്ലേയേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 5 പ്ലേയേഴ്സിന് ആരൊക്കെയാണോ നമുക്ക് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവരെ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റിമൈനിങ് 15 പ്ലേയേഴ്സ് ഇല്ലേ, അതിൽ നിന്ന് ബാക്കി എത്ര പേരെ കിട്ടിയാൽ മതി? 5 പേര് ഓൾറെഡി സെലക്റ്റഡ് അല്ലേ. ഇനി 6 പേരോടെ കിട്ടിയാൽ 11 ആയില്ലേ. അപ്പോൾ ഈ റിമൈനിങ് 15 നിന്ന് 6 എടുത്താൽ മതി. സോ ദ നമ്പർ ബിക്കംസ് 15C6 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഈ 20 പ്ലേയേഴ്സിൽ നിന്ന് നിങ്ങൾ 11 പ്ലേയേഴ്സിൻ്റെ ഒരു ടീം എടുക്കുമ്പോൾ 5 പ്ലേയേഴ്സ് ഓൾവേസ് ഇൻക്ലൂഡഡ്. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് യു സെലക്ട് ദാറ്റ് 5 പ്ലേയേഴ്സ്, ദെൻ യു സെലക്ട് 6 ഔട്ട് ഓഫ് ദിസ് 15 റിമൈനിങ്ങിൽ നിന്ന് നിങ്ങൾ 6 പ്ലേയേഴ്സിനോട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത 5ഉം ഇപ്പോൾ സെലക്ട് ചെയ്തെടുത്ത 6 കൂടെ കൂടുമ്പോൾ 11 പ്ലേയേഴ്സ് ആയില്ലേ. അപ്പോൾ ഈ ടീമിനകത്ത് എപ്പോഴും ആ 5 പ്ലേയേഴ്സ് ഓൾവേസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ n ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യണം, m ഇൻക്ലൂഡ് ആവണം. അപ്പോൾ എത്ര വരിക? ദാറ്റ് ബിക്കംസ് n - m CR - m ആണ്. അപ്പോൾ നമ്മൾ m ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ റിമൈനിങ് n - m നിന്ന് r - m സെലക്ട് ചെയ്താൽ മതി. സോ ദ നമ്പർ ബിക്കംസ് n - m CR - m. ഇതിനെയാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് കോമ്പിനേഷൻ എന്ന് പറയുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ. എന്താണ് റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ? നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താണ് റെസ്ട്രിക്റ്റഡ് സെലക്ഷൻ ആയിരുന്നു, കോമ്പിനേഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്ന റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷനെ കുറിച്ചാണ്. നമുക്കറിയാം n ഐറ്റംസ് ഉണ്ട്, ഇതുപോലെ തന്നെ 6 ഐറ്റംസ് ആണ് എനിക്ക് എടുത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. n ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസ് എടുത്ത് എനിക്ക് അറേഞ്ച് ചെയ്യണം. പക്ഷേ m ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യണം. m ഐറ്റംസ് ഓൾവേസ് എക്സ്ക്ലൂഡഡ്. m ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം n ഐറ്റംസിൽ നിന്ന് m ഐറ്റംസ് റിമൂവ് ചെയ്യുക. റിമൈനിങ് n - m ഐറ്റംസ് അല്ലേ, ഇതിൽ നിന്ന് 6 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്താൽ മതി. അറേഞ്ച് ചെയ്യുക, PR കേട്ടോ. പെർമ്യൂട്ടേഷൻ വരുമ്പോൾ അതിൽ നിന്ന് റിമൈനിങ്ങിൽ നിന്ന് 6 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതേ സമയത്ത് m ഇൻക്ലൂഡഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? m ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം m ഐറ്റംസിനെ എടുക്കുക, m ഐറ്റംസിനെ മാറ്റി വെക്കുക. നമുക്ക് m ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ റിമൈനിങ് n - m ഐറ്റംസ് ഇല്ലേ, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? r - m ഐറ്റംസ് കൂടെ കിട്ടിയാൽ പോരെ, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ m ഐറ്റംസിൻ്റെ കൂടെ r - m ഐറ്റംസ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ഐറ്റംസ് ആയില്ലേ. അപ്പോൾ ആ 6 ഐറ്റംസിനെ ഇനി അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ തിയറം വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജോബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് 2 ടാസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം എന്താണ്? r - m ഐറ്റംസിനെ സെലക്ട് ചെയ്യണം.
എന്നിട്ട് ഈ ആർ മൈനസ് എം ഐറ്റംസ് കിട്ടിക്കഴിയുമ്പോൾ ടോട്ടൽ 6 ഐറ്റംസ് ആയില്ലേ, എന്നിട്ട് നമ്മൾ അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് രണ്ടോട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എൻ മൈനസ് എം സി ആർ മൈനസ് എം ഇൻറ്റു ആർ ഫാക്ടോറിയലാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ. നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ DAUGHTER, ഈ ഡോട്ടർ എന്ന് പറയുന്ന വേർഡിനകത്ത് നിങ്ങൾക്കറിയാം DGHTR ഇത് കോൺസണൻസ് ആണ് അല്ലേ. AUE എന്ന് പറയുന്നത് വവൽസ് ആണ്, ഇത് വവൽസും ഇത് കോൺസണൻസും ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വേസിലാണ് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കിപ്പോൾ 2 കോൺസണൻസും 2 വവൽസും ഉള്ള എത്ര 4 ലെറ്റർ വേർഡ് ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? 2 കോൺസണൻസും 2 വവൽസും ഉള്ള എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാം? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ 5 എണ്ണത്തിൽ നിന്ന് 2 കോൺസണൻസ് സെലക്ട് ചെയ്യുക, ഈ 3 എണ്ണത്തിൽ നിന്ന് 2 വവൽസും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 ടാസ്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് 2 എണ്ണം, ഇവിടുന്ന് 2 എണ്ണം സെലക്ട് ചെയ്തു. അപ്പം നമുക്ക് 4 ഐറ്റംസ് കിട്ടിയില്ലേ കയ്യിൽ? ഏതൊക്കെയാണ്? 2 കോൺസണൻസും കിട്ടി, 2 വവൽസും കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ 4 ഐറ്റം കിട്ടിയില്ലേ? അപ്പോൾ 4 ഫാക്ടറൈസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 എണ്ണം എടുത്ത ഫസ്റ്റ് ടാസ്ക്, ഇതിനകത്ത് 2 എണ്ണം എടുത്ത് രണ്ടാമത്തെ ടാസ്ക്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 4 എണ്ണം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് മൂന്നാമത്തെ ടാസ്ക്. ഇത്രയും ചെയ്ത് തീരുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് 2 കോൺസണൻസും 2 വവൽസും ഉള്ള എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് 5C2 × 3C2 × 4 ഫാക്ടോറിയലാണ്. പറയാൻ മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡിറേഞ്ച്മെൻ്റ് ആണ്. ഡിറേഞ്ച്മെൻ്റ് എന്നും പറയും, അറേഞ്ച്മെൻ്റ് എന്നും പറയും കേട്ടോ. പല ടെക്സ്റ്റുകളിലും ഇങ്ങനെ കാണാറുണ്ട്. ബോത്ത് ആർ സെയിം. എന്താണ് ഡിറേഞ്ച്മെൻറ്റ്? ഡിറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ABC എന്ന് പറയുന്ന 4 സ്റ്റുഡൻസ് ഉണ്ട്. ഇവരുടെ ചെയറാണ് C1, C2, C3, C4. നിങ്ങളോട് പറയുകയാണ് ഈ പറയുന്ന 4 കുട്ടികളെ അറേഞ്ച് ചെയ്യണം. നമുക്കറിയാതെ 4 ഫാക്ടറൈസിലെല്ലാം അറേഞ്ച് ചെയ്യാം. പക്ഷേ അറേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു കുട്ടി പോലും ആ കുട്ടിയുടെ ചെയറിൽ ഇരിക്കാൻ പാടില്ല. പറയാൻ മനസ്സിലായോ? ഇപ്പോൾ A ഒരിക്കലും C1 വരെ, Aയുടെ ചെയറാണ് C1, Bയുടെ ചെയറാണ് C2, Cയുടെ ചെയറാണ് C3, Dയുടെ ചെയറാണ് C4. ഒരിക്കലും A C1 ഇരിക്കാൻ പാടില്ല. ബാക്കി ഏത് ചെയറിൽ പോയി ഇരിക്കാം, കുഴപ്പമില്ല. B C2 ഇരിക്കാൻ പാടില്ല, C C3 ഇരിക്കാൻ പാടില്ല, D C4 ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് എത്ര വേസിലാണ് ഈ 4 സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് 4 ചെയർസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? സോ ദാറ്റ് നോ വൺ ഗോസ് ടു ദെയർ പ്രോപ്പർ ചെയർസ് എന്ന് പറഞ്ഞാൽ ആരും അവരവരുടെ പ്രോപ്പറായിട്ടുള്ള ചെയറിൽ പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വേസിലാണ്? അതിനെയാണ് D4 എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ഡിറേഞ്ച്മെൻറ്റ്. 4 ഐറ്റംസിൻ്റെ ഡിറേഞ്ച്മെൻറ്റാണ് അത് 9 കേട്ടോ. 4 ഐറ്റംസിൻ്റെ ഡിറേഞ്ച്മെൻറ്റ് 9. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയുണ്ട്. ആ ഫോമുല ഞാൻ പറഞ്ഞുതരാം. n ഐറ്റംസിൻ്റെ ഡിറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കാൻ n ഫാക്ടോറിയൽ ഇൻറ്റു 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ഇങ്ങനെ പോയി പ്ലസ് -1 ഓൾ റേസ് ടു n/n ഫാക്ടോറിയൽ വരെ. ഓക്കെ, ഇതാണ് ആ ഫോമുല കേട്ടോ, ഓർത്തിരുന്നതാണ് dn. ഓക്കെ, അങ്ങനെയാണ് D4 എങ്ങനെയാണ്? ഇപ്പോൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ ആകുമ്പോൾ സ്റ്റോപ്പ് ആവും. കാരണം ഇവിടെ dn വരുമ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ വരുമ്പോൾ സ്റ്റോപ്പ് ആണ്. സോ അങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തേ ഇങ്ങനെ. അപ്പോൾ എത്ര വരും? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 12 മൈനസ് 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 3 പ്ലസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ എത്രയാ? 4 ഫാക്ടോറിയൽ ബൈ 2 മൈനസ് ഇത് 4 ആണ് കേട്ടോ. 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇസ് 4. അപ്പോൾ 8 + 1 9 എന്ന് കിട്ടും. നമ്മളിവിടെ കിട്ടിയ സെയിം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിറേഞ്ച്മെൻറ്റിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്ന ഫോമുല. അപ്പോൾ ഡിറേഞ്ച്മെൻറ്റിനെ കുറിച്ചുള്ള ഈ കാര്യം നമ്മൾ കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്ന ചില ജോമെട്രിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. ജോമെട്രിക്കൽ കോൺസെപ്റ്റ്സ് ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ n പോയിൻറ്റ്സ് ഉണ്ട്. n പോയിൻറ്റ്സ് ഒരു പ്ലെയിനിലുണ്ടെങ്കിൽ എത്ര ലൈൻസ് ഇത് ജോയിൻ ചെയ്ത് എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റും? There are n distinct points in a plane. So how many straight lines that can be formed by joining these points? എത്രയാണ്? നമുക്കറിയാം 2 പോയിന്റ് ജോയിൻ ചെയ്ത ഒരു ലൈൻ കിട്ടില്ലേ?
അങ്ങനെയാണെങ്കിൽ ഈ n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ n പോയിൻറ്റ്സിൽ നിന്ന് 2 പോയിൻറ്റ്സ് എത്ര വയസ്സ് സെലക്ട് ചെയ്യാമെന്ന് നോക്കിയാൽ പോരെ. സോ ദ നമ്പർ ഈസ് NC2 കേട്ടോ. അപ്പോൾ n ഐറ്റംസിൽ നിന്ന് n പോയിൻറ്റ്സിൽ നിന്ന് 2 പോയിൻറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വേസ് നിങ്ങൾക്ക് 2 പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാൻ നോക്കിയാൽ മതി. ദറ്റ് ഈസ് NC2. ദറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഫോംഡ് യൂസിങ് n നോൺ കൊളീനിയർ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ. ഈ n പോയിൻറ്റ്സ് നോൺ കൊളീനിയർ ആണെന്ന് ഓർത്തോണം. ഇനി ഇതിനകത്ത് n പോയിൻറ്റ്സിൽ m പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിലോ, n പോയിൻറ്റ്സ് കുറേ പോയിൻറ്റ്സ് ഉണ്ട്, n പോയിൻറ്റ്സ് ഉണ്ട്, നമുക്കറിയാം n പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കുറേ പോയിൻറ്റ്സ് കൊളീനിയറാണ് കണ്ടോ. ഇത് m പോയിൻറ്റ്സ് കൊളീനിയറാണ്. ഇതാണ് n പോയിൻറ്റ്സ്. ടോട്ടൽ n പോയിൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് m പോയിൻറ്റ്സ് കൊളീനിയറാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? ഓക്കെ, എത്രയാണ്? NC2. നമ്മൾ പറഞ്ഞു n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ NC2 ലൈൻസ് വരയ്ക്കാമെന്നല്ലേ പറഞ്ഞേ. പക്ഷേ ഇതെല്ലാം m പോയിൻറ്റ്സ് കൊളീനിയർ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 2 പോയിൻറ്റ്സ് എടുത്ത സെലക്ഷൻസ് എല്ലാം എന്താണ്, സെയിം ലൈൻ തന്നെ. കണ്ടോ, ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന അതേ ലൈൻ തന്നെയല്ലേ ഇതും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് തന്നെയല്ലേ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അത് തന്നെയല്ലേ ഇത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ m പോയിൻറ്റ്സിൽ നിന്ന് 2 പോയിൻറ്റ്സ് എടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ലൈൻസ് എപ്പോഴും സെയിം ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. അത് റിപ്പീറ്റഡ് കൗണ്ടിങ്ങാണ്. അതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് +1 ആഡ് ചെയ്താൽ മതി. 1 ഏതാ? ഈ കൊളീനിയർ പോയിൻറ്റ്സ് എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടില്ലേ, അതാണ് ആ 1. അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് NC2 മൈനസ് MC2 +1 ആണ്. ക്ലിയർ? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ NC2 മൈനസ് MC2 +1 ആണ് കേട്ടോ, അത് ഓർക്കുക. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചില ഈ ഡയഗണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിതാണ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു n സൈഡഡ് പോളിഗൺ. ഒരു n സൈഡഡ് പോളിഗണിന് ഇത് 1 2 3 4 5 സൈഡഡ് പോളിഗണാണ്. ഇനി എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ഇതിൻ്റെ ഈ വട്ടക്സുകൾ എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 5 വട്ടക്സ് അല്ലേ ഉള്ളത്. ഓക്കെ, 5C2 ലൈൻസ് വരുന്ന 5 പോയിൻ്റ് ഉണ്ടെങ്കിൽ 5 നോൺ കൊളീനിയർ പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് 5C2 ലൈൻസ് വരയ്ക്കാൻ പാടില്ലേ. തമ്മിൽ ജോയിൻ ചെയ്ത് 5C2 ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാം. അതിൽ 5 ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡാണ്. 1 2 3 4 5 ഉണ്ടോ, അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള എന്താണ്, ഡയഗണൽസ് ആണ്. അപ്പം നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 5C2 - 5 ആണ്. അപ്പോൾ n സൈഡുള്ള ഒരു പോളിഗൺ തന്നിട്ട് ആ n സൈഡഡ് പോളിഗണിന് എത്ര എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് NC2 - n. ഓർത്തോണം കേട്ടോ, NC2 - n. നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് an n-sided polygon കേട്ടോ, ഓർത്ത്. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് സാധാരണ കോമൺ ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഓർത്തിരിക്കാം. അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ n പോയിൻറ്റ്സ് ഉണ്ട് ഒരു പ്ലെയിനിൽ, n നോൺ കൊളീനിയർ പോയിൻറ്റ്സ് ആണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് ദ n പോയിൻറ്റ്സ്? n പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് എത്ര ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ ആൻസർ? NC3 ആ. കാരണം എന്താ? കാരണം നമുക്ക് ഈ പോയിൻറ്റും 3 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എടുത്ത് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ n പോയിൻറ്റ്സിൽ നിന്ന് എത്ര വേസിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാൻ നോക്കിയാൽ പോരെ. സോ ദാറ്റ് ഈസ് NC3 കേട്ടോ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫോംഡ് വിൽ ബി ഈക്വൽ ടു NC3. ഇതിനകത്ത് m പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിലോ, അപ്പോൾ എത്രയാ? NC3 മൈനസ് MC3 എന്ന് എടുക്കണം. എന്താ കാരണം? കാരണം ഈ കൊളീനിയർ പോയിൻറ്റ്സിൽ നിന്ന് 3 പോയിൻറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സെലക്ഷൻസ് നമ്മൾ അതിനകത്ത് റിമൂവ് ചെയ്യണം. സോ NC3 മൈനസ് MC3, ദറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫോംഡ് യൂസിങ് n പോയിൻറ്റ്സ് ഔട്ട് ഓഫ് വിച്ച് m ആർ കൊളീനിയർ. ഓക്കെ, അപ്പോൾ ഈ 2 റിസൾട്ടും നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇഫ് n പോയിൻറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, n നോൺ കൊളീനിയർ പോയിൻറ്റ്സ് വരുമ്പോഴാണ്. ഇതിനകത്ത് ഇത് എപ്പോഴാണ് ഈ റിസൾട്ട് ഉപയോഗിക്കുക? n പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ അതിനകത്ത് m പോയിൻറ്റ്സ് കൊളീനിയർ ആകുമ്പോൾ നമ്മൾ ഈ റിസൾട്ടാണ് ഉപയോഗിക്കുക, NC3 മൈനസ് MC3. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നതെല്ലാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ടൈം ഏതാണ്ട് കുറച്ച് 4 മിനിറ്റ്സ് കൂടെ നമുക്ക് റിമൈൻ ചെയ്യുന്നുണ്ട്. നമുക്കിനി അത് വെച്ചിട്ട് അത്ര സമയം കൊണ്ട് നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഐഡൻറ്റിക്കൽ ഐറ്റംസിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങളോട് n ഐഡൻറ്റിക്കൽ ഐറ്റംസ് തരാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐറ്റംസ് അതാണ് നമ്മൾ. അപ്പോൾ ദർ ആർ n ഐഡൻറ്റിക്കൽ ഐറ്റം. n ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. n ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്ന് n ഐഡൻറ്റിക്കൽ ഐറ്റംസ് r പേഴ്സൺസിന് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എത്ര വേസിലാണ് എനിക്ക് n ഐഡൻറ്റിക്കൽ ഐറ്റംസ് r പേഴ്സൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഈ ഐഡൻറ്റിക്കൽ ഐറ്റംസ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഐഡൻറ്റിക്കൽ ഐറ്റംസ് എന്ന് കണ്ടാൽ നിങ്ങളവിടെ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ. ഐഡൻറ്റിക്കൽ ഐറ്റംസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന തിയറികൾ മിക്കതും നമ്മൾ പറഞ്ഞ തിയറികളെല്ലാം തന്നെ എന്താ ഡിസ്റ്റിങ്ക്ട് ഐറ്റംസിൻ്റെ കേസായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചില റിസൾട്ടുകൾക്കകത്ത് എലൈക്ക് ആയിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഐഡൻറ്റിക്കൽ ഐറ്റംസ് എന്ന് കേട്ടാൽ അതിൻ്റെ തിയറി വേറെയാണ്, നിങ്ങൾ ഓർത്തോണം കേട്ടോ. അപ്പോൾ അത് പെർമ്യൂട്ടേഷൻ്റെ കാര്യമായാലും കോമ്പിനേഷൻ്റെ കാര്യമായാലും. അപ്പോൾ n ഐഡൻറ്റിക്കൽ ഐറ്റംസിൽ നിന്ന് r പേഴ്സൺസ് നമ്മൾ r ഐറ്റംസ് എടുത്ത് നമ്മൾ r പേഴ്സൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ എത്ര വേസിൽ ആ ഡിസ്ട്രിബ്യൂഷൻ സാധിക്കും? ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു 5 ഐഡൻറ്റിക്കൽ ടോയ്സ് ഉണ്ട്. ഒരേപോലെ ഇരിക്കുന്ന 5 ടോയ്സ് ഉണ്ട്. ഇത് ഞാൻ 3 കുട്ടികൾക്ക് എത്ര വേസ് ഞാൻ കൊടുക്കും? അപ്പോൾ ഇതിനകത്ത് എത്ര വേസ് കൊടുക്കാം? അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയാണെന്നറിയോ? n + r - 1 c r - 1 വേസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. n + r - 1 c r - 1 വേസിലാണ് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്കൊന്നും കിട്ടാതെയൊക്കെ പോകാം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ വരിക, x + y + z = 5 എന്ന് പറഞ്ഞാൽ 5 ടോയ്സ് ഉണ്ട്. ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന ടോയ്സിൻ്റെ എണ്ണമാണ് x, രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടുന്ന ടോയ്സിൻ്റെ എണ്ണമാണ് y, മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടുന്ന ടോയ്സിൻ്റെ എണ്ണമാണ് z. അങ്ങനെയാണെങ്കിൽ 5 ടോയ്സ് 3 സ്റ്റുഡൻസിന് എത്ര വേസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് 5 + 3 - 1 c 3 - 1 ആണ്. സോ ദ ആൻസർ ഈസ് 8 - 7 c 2 ആണ്. സോ 7 × 6/1 × 2 ആണ്. സോ ദ ആൻസർ ഈസ് 21 വേസിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ദാ x + y = 5 എന്ന് പറഞ്ഞാൽ 5 ഐഡൻറ്റിക്കൽ ടോയ്സ് 2 സ്റ്റുഡൻസിന് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെ 5 ഐഡൻറ്റിക്കൽ ബുക്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബുക്കുകളില്ലേ, സോ അത് നമ്മൾ 2 കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ x + y = 5. ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് എത്രയാണ് വരിക? 5 + 2 - 1 c 2 - 1 ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 7 6 c 1 എന്ന് വരിക. സോ ദാറ്റ് ഈസ് 6 ആണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതാ നോക്കാം. ഇപ്പോൾ x y ആദ്യത്തെ കുട്ടിക്ക് 0 കിട്ടുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് 5 കിട്ടാം. ഞാൻ 5 ബുക്കല്ലേ കൊടുക്കുന്നത് 2 പേർക്ക്. ആദ്യത്തെ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ല, രണ്ടാമത്തെ ആൾക്ക് 5 ബുക്കും കൊടുത്തു. അങ്ങനെ കൊടുക്കാമല്ലോ. 1 4 കൊടുക്കാമല്ലോ, 2 3 കൊടുക്കാമല്ലോ, 3 2 കൊടുക്കാമല്ലോ, 4 1 കൊടുക്കാമല്ലോ, 5 0 കൊടുക്കാം അല്ലേ? ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ നമ്പർ ഓഫ് വേസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് 6 വേസ്. അതാണ് നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയത്. കണ്ടോ? ഇനി അതേ സമയത്ത് നിങ്ങളോട് ഇപ്പം എല്ലാവർക്കും കുറഞ്ഞ ഒരെണ്ണെങ്കിലും കിട്ടിയിരിക്കണം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റിസൾട്ട് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. n - 1 c r - 1 എന്ന് പറഞ്ഞാൽ ഞാൻ വിതരണം ചെയ്യുന്ന എല്ലാവർക്കും ഓരോന്നെങ്കിലും കുറഞ്ഞ് കിട്ടിയിരിക്കണം. ഈച്ച് വൺ റിസീവ്സ് അറ്റ്ലീസ്റ്റ് 1. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് n - 1 c r - 1. ഓക്കെ, അത് ഓർത്തോണം. ഈ 2 റിസൾട്ടുകളാണ് ഐഡൻറ്റിക്കൽ ഐറ്റംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്നത്. പിന്നെ വേണമെങ്കിൽ അത് കണ്ടീഷണലായിട്ട് വേറെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക 20 ഐഡൻറ്റിക്കൽ ഓറഞ്ചസ് 4 സ്റ്റുഡൻസിന് കൊടുക്കുകയാണ്. 4 സ്റ്റുഡൻസിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20 ഓറഞ്ചസ് 4 സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ ഈച്ച് വൺ റിസീവ്സ് 2 ഓറഞ്ചസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഓറഞ്ച് എങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4 പേർക്കല്ലേ? അപ്പോൾ x + y + z + w = 20 എന്ന് എഴുതുക. അപ്പോൾ കുറഞ്ഞ ഒരാൾക്ക് 2 എണ്ണമെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ ഈ 20ൽ നിന്ന് 2 എണ്ണം വെച്ച് എല്ലാവർക്കും എടുത്ത് കൊടുക്കുക. അപ്പോൾ എത്രയായി? അപ്പോൾ x1 + y1 + z1 + w1 = 2 എണ്ണം വെച്ച് 4 പേർക്ക് കൊടുക്കുക. 8 എണ്ണം തീർന്നു പോയില്ലേ? പിന്നെ 12 എണ്ണമല്ലേ ഉള്ളൂ. ഈ 12 എണ്ണം നിങ്ങൾ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ബ്ലാങ്ക് വന്നാലും കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും 2 എണ്ണം കിട്ടിയില്ലേ? സോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 12 + 4 - 1 c 4 - 1. സോ ദാറ്റ് ഈസ് 16 - 1 15 c 3 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കണ്ടീഷണലായിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ
നമ്മൾ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഐഡിയാസ് നല്ല ഡിഫറെൻറ്റ് വേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ തിയറി പഠിക്കുന്നതോടൊപ്പം പ്രോബ്ലമോടെ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത സെഷന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടൊന്ന് ഇരിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് JEE മെയിനിൽ നല്ല സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളടുത്ത എത്രയാണ് 7:30 to 9 കേട്ടോ. നമ്മുടെ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. സെക്കൻഡ് സ്പെല്ലിലേക്ക് വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.